Namaskaram, Shri Gurubhyo Namaha. Welcome to yet another session of Vedi. We are very honored to present to you Kalamandalam Sugandhi Prabhu. Kalamandalam Sugandhi is amongst the foremost exponents of Mohiniyattam. Her prolific career, which commenced on a very humble note in her native village, attained direction and purpose at Kerala Kalamandalam and was well nurtured by her relentless pursuit of excellence and urge for creative experimentation. She pursued her higher studies under Guru Kalamandalam Kalyanikutty Amma, Guru Kalamandalam Satyabhama, and Vedantam Prahlada Sharma. Her association with Padma Bhushan Dr. Padma Subramaniam served as a significant turning point in her career, as it ignited her inquisitiveness and enabled her to trace the origins of her dance form in Natya Shastra. She served as a member of governing bodies of various institutions which promote art and has authored texts in Malayalam and Konkani to promote Indian classical dancing. She has been judiciously innovative and original in her choreography without digressing from tradition and theory, which has endeared her to her audiences throughout the country. Srimati Kalamandalam Sugandhi Prabhu now serves as the Dean of the Kerala Kalamandalam University. She has won many awards and accolades, some of them being the Kerala Sangeet Natak Academy Award 1985, FACT Award 1987, ITC Golden Grades Award 1990. She was nominated to the expert group by the Government of India in 1990, Senior Fellowship from Human Resources Development Ministry in 1990, nominated as a Governing Council member of Kerala Sangeet Natak Academy 1992, nominated as a Governing Council member for South Zone Cultural Centre 1992, the Kerala Kalamandalam Award in the year 1999, Dr. T. M. A. Pai Foundation Award in 2003, Senior Fellowship from the Ministry of Culture, Government of India 2003, Kendra Sangeet Natak Academy Award 2004, Kala Ratna Award from Kerala Sangeet Natak Academy 2012. We are very honored to present to you Kalamandalam Sugandhi Prabhu. Namaskaram, teacher. വെൽക്കം ടു വേദിയിലേക്ക് ടീച്ചർ നമുക്ക് വേണ്ടി കുറച്ച് സമയം ഒതുക്കി വെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ടീച്ചറെ പോലത്തെ ഒരു വലിയ ഗുരുക്കന്മാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റി വേദിയുടെ വ്യൂവേഴ്സിലേക്ക് അത് എത്തിക്കാൻ പറ്റുന്നത് അതൊരു വലിയ കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വലിയ നന്ദി ഫോർ ആക്സെപ്റ്റിംഗ് ഇറ്റ്. ടീച്ചറുടെ കുട്ടിക്കാലത്തെ ഒരു നൃത്ത പഠനം എങ്ങനെയായിരുന്നു? ടീച്ചർ എങ്ങനെയാണ് ഒരു ഡാൻസ് ക്ലാസ് ഒക്കെ ആദ്യമായിട്ട് തുടങ്ങുന്നത്? ഞങ്ങള് ഒരു ഗൗഡ സാരസ്വത ബ്രാഹ്മൺ ഫാമിലിയാണ്. അത് എന്റെ ഡാൻസിനെ പഠിക്കാൻ തുടങ്ങിയത് ഒരു 1950s 1950s അവസാന ഘട്ടങ്ങളിലൊക്കെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഡാൻസ്. അന്ന് എനിക്ക് 7-8 വയസ്സ് ഉണ്ടാവും. അപ്പോ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ സമുദായത്തിലൊന്നും ആർക്കും ഇങ്ങനെ നൃത്തം പഠിക്കുക, സംഗീതം പഠിക്കുക അതൊന്നുമില്ല. വെറുതെ സ്കൂൾ വിദ്യാഭ്യാസം പോലും മസ്റ്റ് അല്ലാത്ത ഒരു കാലമായിരുന്നു അന്ന്. വീട്ടിലെ പെൺകുട്ടികൾ അങ്ങനെ വളരെ വൈറ്റായിട്ട് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി അവിടെ കുട്ടികളായിട്ട് ഇരിക്കണം എന്നൊക്കെ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിലാണ് ഞങ്ങളുടെ വീടിന് അടുത്തൊരു ഡാൻസ് ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയാണ് എൻ്റെ മുത്തശ്ശിയും കൂടെ കുട്ടിക്കാലത്ത് എന്നെ എൻ്റെ അനിയത്തി മഞ്ജുള ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പഠിക്കാൻ ചേർത്തത്. അങ്ങനെ ഞങ്ങൾ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള 5-10 കുട്ടികളുടെ കൂടെ ഞാനൊരു വളരെ നല്ലതാണ് ചെയ്യുന്ന കുട്ടിയാണ് എന്നൊക്കെ ഉള്ള അഭിപ്രായം അന്നത്തെ എൻ്റെ ഗുരുവിന് ഉണ്ടാവുകയും സതീദേവി എന്ന് പറഞ്ഞിട്ടുള്ള ചമ്മനാട് സതീദേവിയാണ് എൻ്റെ ആദ്യത്തെ ഗുരുനാഥ. അവരിപ്പോഴും ഞാനും അവരുമായിട്ട് നല്ല കണക്ഷനാണ്. അപ്പോ അവര് ആണ് ആദ്യമായിട്ട് അരങ്ങേറ്റം നടത്തി. അരങ്ങേറ്റത്തിൽ ഒരു 5-8 ഐറ്റമൊക്കെ കളിച്ചു വന്നു. ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും 1-2 സിംഗിളൊക്കെ കളിച്ചു. ഭയങ്കര പെട്ടെന്ന് പഠിച്ചെടുത്തു എന്നൊക്കെയാണ് ടീച്ചർ പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി എനിക്ക് ഗ്രാഹ്യമൊന്നുമില്ല, പക്ഷെ ഓർമ്മകളുണ്ട് ഒരുപാട്. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഡാൻസ് തന്നെ. അങ്ങനെയായിട്ട് പിന്നെ സ്കൂൾ ഫെസ്റ്റിവൽസിനൊക്കെ
ടീച്ചേഴ്സ് നിർബന്ധിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ 1962 എനിക്ക് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടി ഭരതനാട്യത്തിന്. ഭരതനാട്യമാണ് ആദ്യം പഠിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു. അന്നത്തെ കാലത്ത് നമുക്കിങ്ങനെ TV അങ്ങനെയൊന്നുമില്ല, പത്രത്തിൽ പേര് വരിക അതൊരു വലിയ കാര്യമാണ്. റേഡിയോയിൽ കൂടെ എന്റെ പേര് കേൾക്കാം. ഇതൊക്കെ എന്റെ വീട്ടിൽ ദൈവമേ നാളെ ഈ ന്യൂസിൽ ഇന്ന് അവരുടെ പേര് പറയുന്നു പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ കൂടി ഒരു റേഡിയോന്റെ കൂടെ ഒന്ന് ഇരിക്കുന്നതൊക്കെ നല്ല രസമായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ പേര് പറയാൻ വേണ്ടി കേൾക്കാൻ. അങ്ങനെ ഒരു ഒട്ടും കലയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊന്നും അറിയാത്ത ഒരു പ്രായത്തില് നൃത്തം അഭ്യസിക്കാൻ തുടങ്ങി. അപ്പൊ അന്ന് ഫസ്റ്റ് കിട്ടി. പിന്നെ അതിനെ തുടർന്ന് പിന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും എന്റെ അച്ഛന് ഇൻട്രസ്റ്റ് വന്നു. കുറച്ച് ഡാൻസ് നൃത്തം എന്ന് പറഞ്ഞ അച്ഛന് പതുക്കെ പതുക്കെ കുട്ടിയുടെ സന്തോഷമല്ലേ, എല്ലാരും അത്രയും പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലും മത്സരങ്ങളിലൊക്കെ എന്റെ അച്ഛൻ എന്നെ കൊണ്ടുപോയി. അങ്ങനെ എല്ലാ ദിക്കിലും ഫസ്റ്റ് കിട്ടാൻ തുടങ്ങി. എല്ലാ സ്ഥലത്തും ഫസ്റ്റ്. ആകെപ്പാടെ ഒരു തരംഗം പോലെയായി ആ സമയത്ത്. അപ്പൊ ഭയങ്കര ഒരു വാസനയുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് എന്താ പറയാ, ഇന്നത്തെ കാവാലനാരായണ പണിക്കർ സാറ്, ഗുരു ഗോപിനാഥ്, അന്നത്തെ കാലത്തെ തൃപ്പൂണിത്തുറ മാധവ മേനോൻ തുടങ്ങിയ അന്നത്തെ ജഡ്ജിങ് പാനലിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹം എല്ലാവരും എൻ്റെ അച്ഛനോട് നൃത്തത്തിൽ തന്നെ കൊണ്ടുപോകണോട്ട്, കുട്ടിക്ക് ഒരു ഇൻബോൺ ടാലന്റ് ഉണ്ട് എന്ന് പറയുകയും അങ്ങനെ എന്തോ ഈശ്വരന്റെ കാരുണ്യം കൊണ്ട് ഞാൻ കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിനിയായി ചേരുകയും അന്ന് വരെയുള്ള അന്ന് ചെന്നപ്പോഴേക്ക് ധാരാളം ഇനങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 5-8 വർണ്ണങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരു 3-4 ജതിസ്വരങ്ങള്, അലാരിപ്പിന്റെ തന്നെ രണ്ട് പാറ്റേൺസിലുള്ള അലാരിപ്പ് പഠിച്ചു. 3 ചതുരസ്രജാതി, തിസ്രജാതി, ഖണ്ഡജാതി അലാരിപ്പ് പഠിച്ചു. ഇങ്ങനെ കുറെ ഇനങ്ങള്, ശബ്ദങ്ങള്, തില്ലാനകളൊക്കെ പഠിച്ചു. അപ്പൊ നല്ല താളബോധവും നല്ല ഗ്രാസ്പിംഗ് കപ്പാസിറ്റിയും ഉണ്ടായിരുന്നു എനിക്ക് കലാമണ്ഡലത്തിൽ ചെന്നപ്പോ തന്നെ, ഒരു സ്റ്റുഡന്റ് ആയിട്ട് ചെന്നപ്പോ തന്നെ. അപ്പൊ കലാമണ്ഡലത്തിലേക്ക് ചേരുമ്പോഴേക്കും ഒരുപാട് ഐറ്റംസ് ഓൾറെഡി പഠിച്ചിട്ടാണ് കലാമണ്ഡലത്തിൽ ചേരുന്നത്. ഭരതനാട്യത്തിൽ ചെല്ലുന്നു കഴിയുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടാണ് സ്റ്റേജ് ചെന്നത്. ഭരതനാട്യത്തിലും ഫോക്ക് ഡാൻസ്, പിന്നെ ഡാൻസ് ഡ്രാമകളിലൊക്കെ ആണ് അവിടുത്തെ കലാലയത്തിൽ ചെയ്തിരുന്നത്. എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ എൻ്റെ നാട്ടിലൊരു ഭരതകലാ മന്ദിരം എന്നൊരു കലാലയം തന്നെ തുടങ്ങി എൻ്റെ അച്ഛൻ. അത്രയും ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ അച്ഛന് എൻ്റെ സന്തോഷമായിരുന്നു. ഞാൻ കലയിൽ വളരണമെന്നോ പേരെടുക്കണമെന്നോ അതൊന്നുമല്ല. അച്ഛൻ പറഞ്ഞ അത് നൃത്തം ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ആ ഒരു ഹാപ്പിനെസ് എൻ്റെ ലൈഫിൽ ഉടനീളം ഉണ്ടാവണം എന്ന് മാത്രമായിരുന്നു എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചത്. അത് കഴിഞ്ഞ മാസമാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോയത്. 93 കഴിഞ്ഞ ഈ മാസം 94 അച്ഛൻ. അപ്പോ അച്ഛന്റെ മോഹം എപ്പോഴും എന്തെങ്കിലും അച്ഛൻ പറയുമ്പോഴും പറയും, നീ അറിയപ്പെടുന്ന കലാകാരി ആവണം എന്നുള്ളതല്ല എന്റെ ആഗ്രഹം, നീ സന്തോഷമായിട്ടിരിക്കണം. ഇങ്ങനെ നീ കൈയെടുക്കുമ്പോ നീ സന്തോഷിക്കണു, മുദ്ര പിടിക്കുമ്പോ സന്തോഷിക്കണു, എപ്പോഴും മനസ്സ് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നു. എന്റെ മകളെ എൻജോയ് ചെയ്യുന്നത് എനിക്ക് കാണണം എന്ന് പറയും അച്ഛൻ. അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ ചേർക്കാൻ കാരണം അന്ന്. പിന്നെയും പറഞ്ഞ പോലെ ഉദ്യോഗം കിട്ടുമൊന്നും അറിയില്ല മോളെ. അപ്പൊ കലാമണ്ഡലത്തില് 3 വർഷം ഞാൻ പഠിച്ചിട്ടുള്ളൂ കലാമണ്ഡലത്തില്. കാരണം ഇത്രയും പഠിച്ചത് കൊണ്ട് 2 വർഷം പഠിച്ചാൽ മതി, എന്നാലും സാരില്ല 3 വർഷം പഠിച്ചോട്ടെ, അങ്ങനെ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് 3 വർഷം അവിടെ പഠിച്ചത്. അപ്പൊ 3 വർഷം പഠിക്കുന്ന സമയത്ത് എന്റെക്കൊരു ഭാഗ്യം ഉണ്ടായത് എന്താന്ന് വെച്ചാല്, അന്ന് മോഹിനിയാട്ടം സബും ഭരതനാട്യം മെയിനും ആയിരുന്നു കലാമണ്ഡലത്തിലും. അന്ന് ഡിപ്ലോമ കോഴ്സാണ്, അല്ലാതെ ഇങ്ങനെ ഡിഗ്രി ഒന്നും ഇല്ല. ഒരു ജസ്റ്റ് ഡിപ്ലോമ കോഴ്സ് പോലത്തെ ഒരു കോഴ്സായിരുന്നു, 4 കൊല്ലത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ്. അത് ഭരതനാട്യമാണ് അവിടെയും മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്, മോഹിനിയാട്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ 1968 മോഹിനിയാട്ടത്തിന് എന്തെങ്കിലും ഒരു റിനുവേഷൻ വരുത്തി, മോഹിനിയാട്ടത്തില് ഭരതനാട്യത്തിൻ്റെതുപോലെയുള്ള അടവുകൾ ഉണ്ടാക്കണം, മോഹിനിയാട്ടത്തിന് അതിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ടാക്കി തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കലാമണ്ഡലം സത്യഭാമ ടീച്ചറിന്റെ നേതൃത്വത്തില് അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിന്റെയും, പിന്നെ കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട്, പിന്നെ അന്നത്തെ ഓർക്കസ്ട്ര അവിടുത്തെ അധ്യാപകരായിരുന്ന മൃദംഗം രാമസ്വാമി മാസ്റ്റർ, വയലിൻ പണിക്കർ മാസ്റ്റർ, പിന്നെ സംഗീതം സുകുമാരി നരേന്ദ്ര മേനോൻ, പിന്നെ സരോജ ടീച്ചർ,
ചന്ദ്രിക ടീച്ചർ ഭരതനാട്യം, മോഹിനിയാട്ടം ചന്ദ്രിക ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കലാമണ്ഡലം സത്യഭാമ ടീച്ചർ, AR ഭാസ്കർ, പിന്നെ അവിടെയുള്ള സംസ്കൃതം ഇളയത് മാഷ്, അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിരുന്നു അന്നത്തെ ആ ഒരു പുതുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പുതുമയല്ല, ഒരു ചിട്ട ഉണ്ടാക്കണം. ഭരതനാട്യത്തിൽ തട്ടടവ്, നാട്ടടവ്, കുതിത്തമിട്ടടവ്, അല്ലെങ്കിൽ ധാരാളം തട്ടുമെട്ടടവ് ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ മോഹിനിയാട്ടത്തിൽ ഒരു അടവിന്റെ ഒരു അടുക്കും ചിട്ടയോട് കൂടി ഒരു അടവിന്റെ പാറ്റേൺ വേണം എന്ന് വിചാരിച്ചിട്ട് അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ അന്ന് ഞാനായിരുന്നു അവിടുത്തെ മെയിൻ സ്റ്റുഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വർക്ക് മോഹിനിയാട്ടത്തിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ അവിടെ സ്റ്റുഡൻ്റായി. കലാമണ്ഡലത്തില് ഞാൻ അവിടെ ആയിരുന്നത് കൊണ്ട് എന്നെ മാത്രം മുൻനിർത്തി അവര് എന്നിലാണ് എല്ലാ പരീക്ഷണങ്ങളും, നിലകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെ കൈ പിടിക്കേണ്ടത്, എങ്ങനെ ഭരതനാട്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് അതിനെ കാണേണ്ടത്, അതിന്റെ വ്യത്യാസം വരുമ്പോ എങ്ങനെയായിരിക്കണം എക്സർസൈസ്, മെയ് സാധകം എന്നാ പറയാ. വ്യായാമത്തിന് നമ്മൾ മെയ് സാധകം, ശരീരം കൊണ്ട് സാധകം ചെയ്ത് ശരീരത്തിനെ വഴക്കിയെടുക്കുക. അപ്പോ അങ്ങനെയുള്ള രീതികളൊക്കെ കലാമണ്ഡലത്തിലാണ് ചിട്ട റെഡിയാക്കി. അങ്ങനെ അത് ആദ്യമായിട്ട് വേദിയിൽ അത് ഒരു സെമിനാറില് 1968 അത് അവതരിപ്പിച്ചു. അങ്ങനെ അവതരിപ്പിച്ചപ്പോ അതില് ഞാൻ മെയിനായിട്ട് നിന്നിട്ട് എൻ്റെ കൂടെ സീതാലക്ഷ്മി, ഓമന എന്നിട്ട് 2 കുട്ടികളും ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആ കലാ ഫീൽഡില് പിന്നീട് കുറച്ച് ശ്രദ്ധ കൊടുത്ത് പഠിക്കാനും പിന്നീട് കുറെ കാഴ്ചപ്പാട് എൻ്റെ വളർത്തിയെടുക്കാനും സാധിച്ചു ആ ഒരു സെമിനാറിലൂടെ. മോഹിനിയാട്ടം ഭരതനാട്യം വ്യത്യാസമുണ്ട് അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയാണ് മോഹിനിയാട്ടത്തിന്റെ അടവുകൾ ആദ്യമായിട്ട് വേദിയിൽ കളിച്ചതും. പിന്നെ പനിമതി മുഖിബാലെ ആഹരി രാഗത്തിലുള്ളത്, ദ്വിജാവന്തി രാഗത്തിലുള്ള തരുണി ഞാൻ എന്ത് ചെയ്യൂ പദം, അതൊക്കെ സത്യഭാമ ടീച്ചർ ആദ്യമായിട്ട് അവിടെ ചെയ്തിട്ട് അതും ഏറ്റവും വേദിയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഞാനാണ്. അപ്പൊ അന്ന് അവതരിപ്പിച്ചപ്പോ ആ മുടി പണ്ടത്തെ രീതിയിൽ മുടി പിന്നിൽ കെട്ടിയിട്ട്, നമ്മൾ സാധാരണ ഭരതനാട്യത്തിന് ചെയ്യുന്നത് പോലെ തന്നെ മുടി പിന്നിയിട്ട് വെറുതെ ഒരു വെള്ളസാരി കൊടുത്തിട്ട് ആണ് ഞാനത് അന്ന് അവതരിപ്പിച്ചത്. അന്ന് വേഷം മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. വേഷത്തിന്റെ ഈ സൈഡിലുള്ള കൊണ്ടക്കെട്ട് വന്നത് 69 1969. അതും വേദിയിൽ ഏറ്റവും ആദ്യം പരിചയപ്പെടുത്തിയത് എന്നെയാണ്. എന്നെയാണ് വേഷം കെട്ടിച്ച് ആദ്യം ടീച്ചർ സ്റ്റേജിൽ കളിപ്പിച്ചത്. അപ്പോ തോടി രാഗത്തിലുള്ള വർണ്ണം, ധാന്യ സാമചേന്ദ്രാഗാമിനി എന്ന് പറഞ്ഞിട്ടുള്ള ആ വർണ്ണമാണ് അന്ന് ആദ്യമായിട്ട് കളിച്ചത്. അന്ന് അത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ ആ ഒരു വേഷത്തിൽ വരുന്ന ആ വ്യത്യാസവും. പക്ഷെ അന്നത്തെ പഴയ ഗുരുക്കന്മാർക്ക്, ചിനിമമ്മ ടീച്ചർ വന്നിരുന്നു, കുട്ടിയമ്മ ടീച്ചർ വന്നിരുന്നു, അവർക്കൊന്നും ഈ ഒരു ഹെയർ സ്റ്റൈലിനോടൊക്കെ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ തുടർന്നു പോകുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായിട്ട് പഴയ എല്ലാവർക്കും തോന്നുന്ന പോലെ തന്നെ ഒരു പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാവാം ഇത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈലായിട്ട് മാറുകയും അതുപോലെ ആഹാരത്തിൽ വരുന്ന മാറ്റങ്ങളും ഇത് വരുത്തുകയും പിന്നീട് ഓരോ ഫാന്, അടിയിലത്തെ ഭാഗം, ബ്ലൗസ് അത് അവിടെയൊക്കെ പ്രത്യേകം വെട്ടി അതേപോലെ ഒരു കോസ്റ്റ്യൂം പാറ്റേണിൽ തയ്യാറാക്കുകയൊക്കെ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം ആണ് എല്ലാവരും അങ്ങനെയാണ് ഞാൻ മോഹിനിയാട്ട രംഗത്തേക്ക് വന്നതെങ്കിലും അന്ന് ചെയ്തതെങ്കിലും പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. കാരണം എനിക്ക് ഞങ്ങളുടെ വീട്ടില് കൊങ്കണി ഭാഷ സംസാരിക്കുക, മലയാളമൊക്കെ സംസാരിക്കൽ കുറവാണ്. അപ്പൊ കലാമണ്ഡലത്തിൽ ചെന്നപ്പോഴാണ് ഞാൻ ഫ്ലുവന്റ് ആയിട്ട് മലയാളം സംസാരിക്കാൻ പഠിച്ചത്. അത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതിലൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് നല്ലോണം വരും മലയാളത്തില്. അപ്പൊ അതെല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു നല്ല. പക്ഷേ പിന്നീട് ഞാൻ അതില് മലയാളത്തിൽ തന്നെ ഡിഗ്രിയൊക്കെ എടുത്തു മലയാളത്തില്. അങ്ങനെ ഞാൻ കുറെ അതിൽ പഠിക്കാൻ തുടങ്ങി. പിന്നെ മോഹിനിയാട്ടത്തിൽ പദങ്ങൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ജോലി കിട്ടി FECT. അവിടുത്തെ ചെയർമാൻ, ഞാൻ കലാമണ്ഡലത്തിൽ കളിക്കുന്ന സമയത്തും വർണ്ണം ചെയ്യുന്നിടത്തും വേഷവിധാനത്തിന് മാറ്റം വരുത്തുന്ന സമയത്തും കലാമണ്ഡലത്തിൽ ചെയർമാൻ ആയിരുന്നു FECTയിലത്തെ MK നായർ എന്ന് പറഞ്ഞ ശ്രീ MK നായർ സാറ്. അദ്ദേഹം അത് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അച്ഛനെ വിളിക്കുകയും
ഫെസിറ്റ് ഒരു ജോലി എനിക്ക് തരാമെന്ന് പറയുകയും അവിടെ മോഹിനിയാട്ടം പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് മോഹിനിയാട്ടത്തിന് വേണ്ടി അധ്യാപികയെ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിയമിക്കുകയും ചെയ്തു. എനിക്ക് നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു. ഒരു ടീച്ചിങ് എനിക്ക് ഒരിക്കലും പറ്റില്ല എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ തന്നെയാണ് ശീലം ഉണ്ടാവുക, സാരില്ല കുട്ടി എന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് 19 വയസ്സാണ്. സ്കൂൾ 10th കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണത്തിൽ പോയത്. അതിനുശേഷം എനിക്ക് ജോലി കിട്ടിയപ്പോൾ അവിടെ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ എന്താ പറയാ മോഹിനിയാട്ടത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോളെ എനിക്ക് മോഹിനിയാട്ടത്തിൽ ഞാൻ ഇത്രയും പഠിച്ചതൊന്നും അല്ല, ഇനി ഇതിലും ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായത്. ഒരു കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് നമ്മുടെ കുറവുകളെ പറ്റി നമ്മൾ അറിയാം. ഇനിയും പഠിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ കലാമണ്ഡലം കല്യാണപ്പെട്ട് പഠിച്ചിട്ട് മകള് ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ തന്നെ മലയാളം അധ്യാപികയായിട്ട് വർക്ക് ചെയ്തിരുന്നത് സ്മിതാ രാജന്റെ അമ്മ ശ്രീദേവി രാജൻ, ഞങ്ങൾ മണിച്ചേച്ചി എന്നാ വിളിക്കുക. അപ്പോ അവര് ഞാനും കൂടി നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായി. നമ്മൾ ഒരേ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ മോഹിനിയാട്ടം ചെയ്യണൊക്കെ കാണുമ്പോ പിന്നെ അവര് എൻ്റെ വീട്ടിൽ 3-4 മാസം അവർക്ക് താമസിക്കാനുള്ള ഒരു സാഹചര്യം വന്നു. കാരണം സെക്കൻഡ് പ്രഗ്നൻസിക്ക് അവർക്ക് ദിവസവും തൃപ്പൂണിത്തുറ പോയി വരാനുള്ള അസൗകര്യം കാരണം എൻ്റെ ക്വാർട്ടേഴ്സിലാണ്, എൻ്റെ കൂടെയാണ് ടീച്ചർ താമസിച്ചത്. അപ്പൊ ഞങ്ങൾ കൂടുതൽ ഞങ്ങൾ വളരെ ക്ലോസ് ആയി. അങ്ങനെ ക്ലോസ് ആയ ശേഷം ഞാൻ ചിലപ്പോൾ ആരെങ്കിലൊക്കെ വീട്ടിൽ ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ മണിച്ചേച്ചി ഇങ്ങനെ കാണും. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മോളെ നിനക്ക് അമ്മയുടെ കൂടെ കുറച്ച് പഠിച്ചൂടെ, കുറെ നേരം ആവട്ടോ, കുറേയും കൂടി നന്നാവോ അപ്പൊ സുഗന്ധി, നല്ല ഭംഗിയുണ്ട് ചെയ്യണത്, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ മണി ടീച്ചറുടെ അടുത്ത് ഞാൻ പഠിക്കാൻ പോയി. അല്ല, മണി ടീച്ചറല്ല, കലാട്ടം പഠിച്ചെടുത്ത് പോയി. അങ്ങനെ മണിച്ചേച്ചിയുടെ ഒരു സ്നേഹബന്ധം കാരണം കൊണ്ട് എനിക്ക് കൂടുതൽ എന്നെ കരുതലോടുകൂടി കലാട്ടം ടീച്ചർ എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കലാമണ്ഡലത്തിലത്തെ മാത്രം ആയിട്ടുള്ള ഒരു ശൈലിയെ പഠിച്ച് മനസ്സിലാക്കി അതില് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു നല്ല നർത്തകി എന്നുള്ള പേര് ഉണ്ടായി ഇരുന്നു എനിക്ക്. അപ്പം തന്നെ കല്യാണം ടീച്ചറുടെ സ്റ്റൈലിലത്തെ ആ ഒരു അടവ് പാറ്റേൺ, തകണം ജഗണം ധഗണം സമ്മിശ്രം എന്ന് പറഞ്ഞിട്ടുള്ള അടവ് പാറ്റേൺ അത് പഠിച്ചു. അത് കൂടാതെ അവിടുത്തെ കുറെ ഐറ്റംസ് പഠിച്ചു, തില്ലാന, കുറെ പദങ്ങള്. അപ്പൊ എങ്ങനെയാണ് കല്യാണം ടീച്ചർ മോഹിനിയാട്ടത്തിനെ കാണുന്നത്, എങ്ങനെയാണ് അവർ ഈ കലാരൂപത്തിന്റെ അപ്രോച്ച് ചെയ്യുന്നത്, അവരെങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യുന്നതെന്നൊക്കെയുള്ള ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനും ശ്രമിച്ചു ഞാൻ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ എനിക്ക് കുറെ എൻ്റെ അടിത്തറ മുഴുവനും കേരള കലാമണ്ഡലം സ്റ്റൈലാണെങ്കിലും എന്നാലും അതിൻ്റെതായ കുറെ ഇൻഫ്ലുവൻസും കൂടെ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലൂടെ എൻ്റെ ബ്ലഡില് അതിങ്ങടെ എൻ്റെ ബോഡിയിലേക്ക് കയറി. അത് ഞാൻ പോലും അറിയാതെ അതാണ് ഞാൻ ചെയ്യണത്, ഇതാ ചെയ്തത്. ആ മോഹിനിയാട്ടത്തിനുള്ളൊരു സ്വഭാവം അറിയാതെ ചെയ്തു എൻ്റെ ബോഡിയിൽ വന്നു. അതെനിക്ക് ഭയങ്കരമായ ഒരു ചേഞ്ച് ആയിരുന്നു എനിക്കത്. അത് കലാമണ്ഡലത്തിലത്തെ അതിനെ ഞാൻ ചെറുതായി കണ്ടുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഓരോ ഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അത് കണ്ട് അടുത്തത് കണ്ട് ഓരോന്ന് കണ്ട് ഉള്ള ഒരു ലോകാനുകരണം, നാട്യത്തിനെ ലോകത്തിനെ കാണുകയും മറ്റുള്ള രീതികളെ ശാസ്ത്രം പഠിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് എൻ്റെ മനസ്സിനെ. അത് കല്യാണപ്പെട്ടുമ്പോ ടീച്ചറിന്റെ അടുത്ത് പഠിക്കുമ്പോൾ തന്നെ പഠിച്ചുകൊണ്ടിരുന്നു. അധിക കാലം പഠിച്ചിട്ടില്ല, വളരെ കുറച്ചു കാലമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് എപ്പോഴും നമ്മുടെ സ്വന്തം മനസ്സിനെ തൃപ്തി എന്നൊരു സാധനമുണ്ട്. എനിക്ക് നല്ല തൃപ്തിയായി പഠിച്ച്. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുമായിരുന്നില്ല എപ്പൊ പഠിക്കുമ്പോഴും. എനിക്ക് ഇനിയും എന്തൊക്കെയോ ഇതിൽ ചെയ്യാനുണ്ട്, ഇനിയും എന്തൊക്കെയോ ഇതിൽ ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു ഒരുപാട് ഇതില്. പക്ഷെ പിന്നെ അതുപോലെ മോഹിനിയാട്ടം ടീച്ചറായിട്ടാണ് ഞാൻ ജോലി ചെയ്തത് എന്നതുകൊണ്ട് മോഹിനിയാട്ടത്തില് എനിക്ക് കിട്ടുന്ന അറിവുകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന സമയത്ത്, സ്റ്റേജുകളിൽ ഒരുപാട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പോരായ്മകളെ കുറിച്ചും എനിക്ക് അറിവുകൾ ഇനിയും നേടണം എന്നുള്ള ഒരു 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 അത്യാഗ്രഹം എനിക്ക് ഉണ്ടായി. അപ്പോ ഒരാള് എങ്ങനെയാണ് മറ്റുള്ള കലാരൂപങ്ങളില് അവരെങ്ങനെയാ അത് ചെയ്യണേ,
എന്നൊക്കെയുള്ള കാണാം. അപ്പൊ എന്റെ FACT സ്കൂളിന്റെ അവിടെ ലളിത കലാകേന്ദ്രം എന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ എല്ലാ മാസവും അവിടെ പ്രോഗ്രാംസ് നടക്കും. വലിയ വലിയ കലാകാരന്മാരൊക്കെ നടക്കും. ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം, സുധാറാണി രഘുപതി, ചിത്ര വിശ്വേശ്വരൻ, വലിയ ബാലമുരളി കൃഷ്ണ, വലിയ 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 പണ്ഡിതന്മാരൊക്കെ വന്ന് അവിടെ കച്ചേരി, നാടകങ്ങള്, നൃത്തമൊക്കെ നടക്കും. ഇതെല്ലാം കാണാൻ പോവാറുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നൃത്തത്തിനെ ഞാൻ ചെയ്യുന്ന മോഹിനിയാട്ടം, ഞാനൊരു മോഹിനിയാട്ടം നർത്തകിയായിട്ട് അറിയപ്പെടുന്നത്. ഞാൻ ഭരതനാട്യം നന്നായി ചെയ്യും, കുച്ചിപ്പുടി ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ പുറമെ മോഹിനിയാട്ടം നർത്തകി അല്ലെങ്കിൽ മോഹിനിയാട്ടം അധ്യാപിക എന്നുള്ള രീതിയിലാണ് എന്നെ ജനം കാണുന്നത് എന്നുള്ളത് കൊണ്ടും, പിന്നെ മോഹിനിയാട്ടത്തിന്റെ ടീച്ചറായിട്ട് അറിയപ്പെടുമ്പോൾ ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു അതോറിറ്റി ആയിട്ടുള്ള ഒരു അറിവ് ഞാൻ നേടിയേ പറ്റൂ എന്നുള്ളത് കൊണ്ടും ഞാൻ പുതിയ പുതിയ ഇനങ്ങൾ കമ്പോസ് ചെയ്യുമ്പോൾ കലാമണ്ഡലത്തിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിന്റെ സമ്പ്രദായത്തിനെ പറ്റി ചിന്തിക്കും, കലാമണ്ഡലം ടീച്ചർക്ക് പഠിപ്പിച്ചതിനെ ചിന്തിക്കും. ഞാൻ കണ്ടിട്ടുള്ള പല വലിയ വലിയ ഗുരുക്കന്മാരുടെ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്ത് നൃത്തത്തിൽ കൊണ്ടുവന്നത് എന്ന് ഞാൻ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അറിവില്ലായ്മയെ പറ്റി ഞാൻ ബോധവതിയാകും. അപ്പൊ എന്റെ കൊറിയോഗ്രാഫിയിൽ അത് എങ്ങനെയെല്ലാം ഉൾപ്പെടുത്തണം, ഇങ്ങനെ എന്റെ മോഹിനിയാട്ടത്തിൽ ഈ ഒരു എക്സ്പ്രഷൻ കൊടുത്താൽ എങ്ങനെയുണ്ടാവും, അങ്ങനെ ഞാൻ ഓരോന്ന് ചെയ്ത് വരുന്നപ്പോ ആ ഒരു നിരന്തരമായ ഒരു പ്രോസസ്സാണത്. വർക്ക് ചെയ്ത് നമ്മൾ സ്വയം നമ്മുടെ ബോഡിയെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നമ്മൾക്ക് നാം പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ നിന്ന് ചെയ്ത് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഞാൻ പോലും അറിയാതെ ഞാൻ എന്നിലെ മോഹിനിയാട്ടം ഒരു പ്രത്യേക രീതിയിൽ എനിക്ക് മറ്റുള്ളവർ എന്തു പറയണമെന്നല്ല, മറ്റുള്ളവർ ഞാൻ ചെയ്യുന്നത് നന്നായി എന്ന് പറയണത് അല്ല എനിക്ക് ആഗ്രഹം. എൻ്റെ സ്വന്തം മനസ്സിന്റെ തൃപ്തിയായിരുന്നു എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ നല്ല നല്ല കൊറിയോഗ്രാഫികൾ, മോഹിനിയാട്ട വർണ്ണങ്ങളാണ് എല്ലാവർക്കും ഞാൻ കൊറിയോഗ്രാഫി ചെയ്യുന്ന ഇഷ്ടം. പദങ്ങളും കീർത്തനങ്ങളും ഒക്കെ നിരവധി എണ്ണിയാലൊടുങ്ങാത്തത്ര. ഒന്നും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല, ഒന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആർക്കു വേണ്ടിയുമല്ല ഈ ആർട്ട്, ഞാൻ എൻ്റെ സ്വന്തം മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതാണ് മോളെ വേണ്ടത്, മറ്റതൊക്കെ വെറുതെ ആരെങ്കിലും നമ്മളെ പുകഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് അതിലൂടെ അഹങ്കരിക്കുന്നതിന് വേണ്ടി നീ കല ഉപയോഗിക്കരുത്. എപ്പോഴും നിന്റെ സ്വന്തം തൃപ്തിയായിരിക്കണം. ഒരു കുട്ടിക്ക് ഒരു കൈ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയും ആ കൈ എടുക്കുമ്പോ നീ എങ്ങനെയാണോ ആസ്വദിച്ച് ചെയ്യുന്നത് അതുപോലെ ആ കുട്ടിയെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണം. അങ്ങനെയാ പറയാം. അപ്പൊ എന്തുകൊണ്ടാന്നറിയില്ല, എനിക്ക് അങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ ഉണ്ടാവുകയും അങ്ങനെ ഞാൻ മോഹിനിയാട്ടത്തിൽ ഞാൻ പോലും അറിയാതെ വന്നുപെടുകയും, ഞാൻ പോലും അറിയാതെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ശ്രമവും ഇല്ലാതെ അത് മോഹിനിയാട്ടത്തിൽ എനിക്ക് അവിടെ കിട്ടാൻ വേണ്ടി ഒരാളോട് പോയി എനിക്കൊരു വേദി തരുമോ, എനിക്കൊരു അവാർഡ് മേടിച്ചു തരുമോ, എനിക്ക് അത് ചെയ്തു തരുമോ എന്നൊക്കെ എനിക്ക് പറയാൻ ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അതുകൊണ്ട് എനിക്ക് ഒരുപാട് കുറവുകളുള്ളൊരു നർത്തകിയാണ്, ഗുരുവാണ്, അല്ലെങ്കിൽ ഒരു മോഹിനിയാട്ടം ഒരുപാട് കുറവുണ്ട് എനിക്ക്. ഞാൻ ഇപ്പോഴും ഒരു സ്റ്റുഡൻ്റാണ്, ഞാനൊരു ഗുരു ആണെന്ന് എനിക്ക് അഭിപ്രായം ഇല്ല. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, പുസ്തകങ്ങൾ വായിക്കും, ഇപ്പോഴും ഞാൻ അറിവുകൾ സമ്പാദിച്ചുകൊണ്ടിരിക്കും. അതൊക്കെയാണ് എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു സെൽഫ് റെസ്പെക്റ്റ് കളയാതെ ഈ കലയിൽ എനിക്ക് ഇതുവരെ നിൽക്കാൻ പറ്റിയെന്നുള്ളത് ദൈവത്തിന്റെ കാരുണ്യമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിന്റെ അടുത്ത് നിന്ന് ഞാൻ നാട്യശാസ്ത്രം എങ്ങനെയാണ് മോഹിനിയാട്ടത്തിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്കെപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ തൃപ്തയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിനെന്താണ് വേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഈ പത്മ സുബ്രഹ്മണ്യമായിട്ട് പരിചയപ്പെടാനിട വന്നു, അവരുടെ പെർഫോമൻസ് കാണാനിട വന്നു, പിന്നെ അവരുടെ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോയി. അപ്പൊ ടീച്ചർ ഏത് ഒരു ഘട്ടത്തിലാണ് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിനെ കാണുന്നതും പിന്നെ അവിടെ നിന്ന് കൂടുതൽ പഠിക്കണം എന്നും ടീച്ചർക്ക് ഉണ്ടാകുന്ന ഒരു തോന്നലും എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഫാക്ട് ലളിത കലാ കേന്ദ്ര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. അവിടെ വലിയ വലിയ ആളുകൾ വരുന്നു. അപ്പൊ അവിടെ ഒരിക്കൽ പത്മ സുബ്രഹ്മണ്യം വന്നു, നൃത്തം ചെയ്യുന്നതിന് വേണ്ടി വന്നു. അപ്പോ അവർ വളരെ നല്ല ചെറുപ്പമാണ് അവര്.
അപ്പൊ അവര് ഭരതനാട്യം ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞാൻ അവിടുത്തെ ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരെ നമ്മൾ പോയി പരിചയപ്പെടുമല്ലോ. അപ്പൊ പെടാൻ വേണ്ടി പോയപ്പോ അവരെ പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. കോഴിക്കോട് സരസ്വതി ചേച്ചിയൊക്കെ അവരെ പറ്റി പറയാറുണ്ട്, പത്മസുബ്രഹ്മണ്യത്തിനെ പറ്റിയിട്ട്. അങ്ങനെ പറഞ്ഞു കേട്ട അറിവുള്ളത് കൊണ്ട് ഒന്ന് പോയി പരിചയപ്പെട്ടപ്പോ എന്തോ പൂർവ്വജന്മത്തിന്റെ ബന്ധം പോലെ ആയിരുന്നു അവരെന്നെ സ്നേഹിച്ചത്. എന്നെ അവര് സ്വന്തം പോലെയാണ് എൻ്റെ അടുത്ത് പെരുമാറിയത്. അപ്പോ എനിക്കെപ്പോഴും ഞാൻ പറയും, എനിക്ക് പോരായ്മയുണ്ട്, എനിക്ക് എപ്പോഴും എൻ്റെ അറിവിലല്ല എനിക്ക് വിശ്വാസം, എൻ്റെ കുറവുകളിലാണ് എനിക്ക് സങ്കടം. എനിക്കിത് ആ കുറവ് എന്നിൽ മാറ്റണം. ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒരുപാട് എല്ലാവരും ആസ്വദിക്കുന്ന പോലെ മോഹിനിയാട്ടവും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും അതിനെ ആക്സെപ്റ്റ് ചെയ്ത് ആസ്വദിക്കണം. അല്ലെങ്കിൽ ഞാനൊരു മോഹിനിയാട്ടം ടീച്ചറാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, എനിക്കൊരു മോശത്തരല്ലേ അത് എന്നൊക്കെയാ എനിക്ക് ചിന്തിക്കുന്നത് ഞാൻ. അപ്പോ അത് പിന്നെ എനിക്കറിയില്ല എങ്ങനെയാണ് തിയറി എങ്ങനെയാണ് ഒരു കലയിൽ ഉണ്ടാവുക. നമ്മൾ എക്സാമിനേഷന് വേണ്ടി തിയറി പഠിക്കും, നാട്യോൽപത്തി പഠിക്കും, എക്സാമിനേഷന് വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് എഴുതി നല്ല മാർക്ക് മേടിക്കും. നല്ല മാർക്ക് മേടിച്ച് ഫസ്റ്റ് റാങ്കും ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ മേടിച്ച് അവിടെ നിന്ന് പോകുന്നത് കഴിഞ്ഞാൽ അത് എവിടെയാണ് ഈ പറഞ്ഞ സാധനം ഞാൻ ചെയ്ത മോഹിനിയാട്ടത്തിലെന്ന് അറിയില്ലായിരുന്നു. ആംഗിക വാചിക ആഹാര സാത്വിക അഭിനയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അംഗങ്ങളെ കൊണ്ട് ഉപാംഗങ്ങളെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് എഴുതും. പക്ഷെ അത് അതാണ് ഞാൻ ചെയ്യുന്നത്. ആ ആംഗിക അഭിനയത്തിൽ ഞാൻ ചെയ്യുന്ന ആംഗികാഭിനയത്തിന്റെ ഏതൊക്കെ അംഗങ്ങളെ ഞാൻ യൂസ് ചെയ്യുന്നു. അംഗങ്ങൾക്കൊരു പല പാർട്സ് ഉണ്ട്. ഇങ്ങനെ അതിനെ ഇന്ന പേരാ പറയുന്നത്, അംഗം എന്നും ഉപാംഗം എന്നും പ്രത്യംഗം എന്നും പറയുന്നു. ഇതൊക്കെയാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന മോഹിനിയാട്ടത്തിൽ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആണ് ഞാനത് എനിക്ക് തിരിച്ചറിവുണ്ടായത്. ഇങ്ങനെയാണല്ലേ എന്ന് മനസ്സിലായത്. അപ്പൊ അതുപോലെ ഭാവം എങ്ങനെയാ മോഹിനിയാട്ടത്തിലും ഭരതനാട്യത്തിലും ഒരേ ഭാവം എന്തുകൊണ്ട് വ്യത്യാസം വരണേ? ഒരേ ഭാവം ഭരതനാട്യം കാണിക്കുമ്പോ എങ്ങനെയാ അവര് കാണിക്കുന്നത്, മോഹിനിയാട്ടം ചെയ്യുമ്പോ എങ്ങനെയാ അവര് ചെയ്യുന്നത്? മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ചില തിരിച്ചറിവുകൾ വന്നപ്പോ ഞാന് പത്മസുബ്രഹ്മണ്യത്തിന്റെ വർക്ക്ഷോപ്പിൽ പോയി എങ്ങനെ ഓരോ കലാരൂപങ്ങളും ഭാരതീയ നൃത്തരൂപങ്ങളെല്ലാം തന്നെ അപ്രോച്ച് ചെയ്യാൻ ഉതകുന്ന വിധത്തിലുള്ള വലിയൊരു ടെക്സ്റ്റാണ് നാട്യശാസ്ത്രം എന്ന് മനസ്സിലാക്കി ആ നാട്യശാസ്ത്രത്തിലെ പ്രസക്തമായ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി അത് എങ്ങനെയാണ് എൻ്റെ മോഹിനിയാട്ടത്തിൽ വന്ന് കാണാൻ കഴിഞ്ഞത് എന്ന് ഞാൻ കലാമണ്ഡലത്തിലും കല്യാൺകുട്ടിയമ്മ ടീച്ചറുടെ അടുത്തൊക്കെ പഠിച്ച മോഹിനിയാട്ടത്തില് നാട്യശാസ്ത്രത്തിന്റെ അംശങ്ങള് അതിൽ പ്രയോഗിക്കുന്ന ടെക്നിക്കൽ വേർഡുകൾ ഒക്കെ ഇതിനകത്ത് കണ്ടെത്തുകയും കണ്ടെത്തിയതിനെ കണ്ടപ്പോഴുള്ള ഒരു നർത്തകിക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, ഇത്രയും വലിയ ശാസ്ത്രത്തിൽ പറഞ്ഞ അത് ഞാൻ ചെയ്യുന്ന മോഹിനിയാട്ടത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിയുന്നതും ആ മാർഗം, നാട്യശാസ്ത്രം എന്ന മാർഗം മോഹിനിയാട്ടം എന്ന ദേശീയ കലാരൂപത്തിനെ എങ്ങനെ ബ്യൂട്ടി ഉണ്ടാക്കാം, സൗന്ദര്യം ആവിഷ്കരിക്കാം എന്നൊക്കെയുള്ള പഠനമൊക്കെ ആ പത്മസുബ്രഹ്മണ്യത്തിന് അങ്ങനെയാണ് അവരിൽ നിന്ന് ഞാൻ ഫാക്ടിൽ നിന്ന് കണ്ടെത്തി. പിന്നെ അവർ വർക്ക്ഷോപ്പിൽ ചെയ്യാൻ പോകുന്നത് കണ്ടപ്പോ ഞാനത് അപ്ലൈ ചെയ്ത് പിന്നെ ഞങ്ങൾ നിരന്തരം അവരെപ്പോ കേരളത്തിൽ വന്നാലും ഞാൻ അവിടെ എല്ലാം പോയി കാണും, എല്ലാവരുടെ കാണും. അങ്ങനെ എല്ലായിടത്തും കാണുമ്പോഴും പ്രത്യേക പരിഗണന, എൻ്റെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർക്കും അവരുടെ ബാലണ്ണ മന്നി എല്ലാവർക്കും അത്രയും സ്നേഹവുമായിരുന്നു. അത്രയും എൻ്റെ കുറവുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവര് എന്നെ സ്വീകരിച്ചു. അതുകൂടാതെ അവരുടെ നാട്യശാസ്ത്ര ഒരു ഇതുണ്ടായിരുന്നു, സീരിയൽ ഉണ്ടായിരുന്നു, സ്റ്റഡീസ് സീരിയൽ, ദൂരദർശൻ അതില് എന്നെ അവര് ഇൻവൈറ്റ് ചെയ്തു, നീ വരണം അതില് ഞാൻ പോയി. അങ്ങനെ ഒക്കെ പോയിട്ട് ഞാൻ കുറെ മോഹിനിയാട്ടത്തിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എൻ്റെതായ രീതിയിൽ അതിലുള്ള ചാരികളും അതിലുള്ള കരണാസം ആവശ്യത്തിന് എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല, ചില കരണാസ, ചില പ്രയോഗങ്ങള്, പിന്നെ ആ നൃത്തം ഉണ്ടായി വരുന്നതിനെ എങ്ങനെയെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളത്. അതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ ഗുരുക്കന്മാരോട് ഞാൻ അങ്ങേറ്റം നന്ദിപൂർവ്വം അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ കലയിലുള്ള ഒരു എൻട്രൻസ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് ഫൈനലി ഞാൻ നാട്യശാസ്ത്രത്തിൽ വന്നെത്തുകയും നമുക്ക് ഇപ്പൊ എനിക്ക് അറിയാം എങ്ങനെ ഇതിനെ കൊണ്ടുപോകാം, എങ്ങനെ ഇത് ചെയ്യാം. പിന്നെ ഡെയിലിയുള്ള പ്രാക്ടീസ് കുറവ്, അല്ലെങ്കിൽ ഡെയിലിയുള്ള ഞാനിപ്പോ കലാമണ്ഡലത്തിലെ അധ്യാപികയോ അല്ലെങ്കിൽ വലിയ ഒരു ഇതൊന്നും അല്ല, ഒരു സാധാരണ ഒരു സ്ത്രീയാണ്. അപ്പൊ അതിൻ്റെതായ കുറവുകൾ എനിക്കറിയാം. പക്ഷെ എനിക്ക് ആ കുറവുകളെക്കാട്ടിലൊക്കെ വലുത് ഇത്രയുമുള്ള അറിവ് നേടിക്കഴിഞ്ഞുമ്പോ എൻ്റെ മോഹിനിയാട്ടത്തിനെ എങ്ങനെ റിച്ച് ആക്കി കൊണ്ടുവരാൻ പറ്റും എന്ന് എനിക്ക് നല്ല ധൈര്യമുണ്ട്. എനിക്ക് ആ ഒരു ആത്മവിശ്വാസമാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്. ടീച്ചർ കലാമണ്ഡലത്തിൽ ചേരുന്ന സമയം ടീച്ചർ അവിടെ ഒരു ആദ്യം പഠിച്ചു, പിന്നെ അധ്യാപികയായി, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് മോഹിനിയാട്ടത്തിന് വേണ്ടി കലാമണ്ഡലത്തിൽ ഒരു സിലബസ് ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. ആ സമയത്തായിരുന്നു മോഹിനിയാട്ടം ഇങ്ങനെ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഏതൊരു കാലഘട്ടത്തിലാണ് മോഹിനിയാട്ടത്തിൽ ഒരു സിലബസ് ഒക്കെ ആയി വന്നത്? അതിന് ഞാൻ പഠിച്ചു പോകുന്നതിന് ശേഷം ആണ്. പിന്നെ പക്ഷെ എന്നാലും സിലബസ് എന്ന് വയ്ക്കുമ്പം ഭരതനാട്യത്തിന്റെ തന്നെ തിയറി തന്നെയായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. ഇപ്പോഴും ഏറെക്കുറെ ഭരതനാട്യത്തിന്റെ അഭിനയദർപ്പണം ആണ് അവര് ഫോളോ ചെയ്യുന്നത്. മോളെ അഭിനയദർപ്പണത്തിന്റെ ഇത് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. നാട്യശാസ്ത്രവും ഫോളോ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് പുസ്തകത്തിലൊക്കെ. ഇപ്പം ടീച്ചറുടെ പുസ്തകങ്ങളിലൊക്കെ നാട്യശാസ്ത്രത്തിനെ പറ്റിയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാട്യശാസ്ത്രവും ഇതാക്കിക്കൊണ്ടുള്ള ഒരു ചിട്ടയായ പഠന രീതി ഇനിയും കലാമണ്ഡലത്തിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാല് പണ്ട് ഡിപ്ലോമ ആൻഡ് പോസ്റ്റ് ഡിപ്ലോമ മാത്രമായിരുന്നു. അപ്പൊ അത് മതിയായിരുന്നു കലാമണ്ഡലത്തില്. പക്ഷെ ഇപ്പോ ഒരു കുട്ടി അവിടെ ചേർന്ന് കഴിഞ്ഞാൽ 10 വർഷം അവിടെ പഠിച്ചിട്ടാണ് കലാമണ്ഡലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഈ 10 വർഷം പഠിക്കുന്നതിന് ഞങ്ങൾ പഠിച്ചിരുന്ന 4 വർഷത്തെ കോഴ്സിന്റെ സിലബസ് മാത്രം മതിയോ? അപ്പൊ സിലബസിൽ ആ വ്യത്യാസം വരുത്തണ്ടേ? അപ്പൊ അവിടുത്തെ നമ്മുടെ VC-യുടെ അഭിപ്രായത്തില് അവിടെ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ അവിടെ ഡീനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കലാമണ്ഡലത്തില്. അതുകൊണ്ട് കുറെ വ്യത്യാസങ്ങൾ വരുത്തണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ഞാനത് നാട്യശാസ്ത്ര സംബന്ധമായ ക്ലാസ്സുകളൊക്കെ ഇടയ്ക്ക് പോയി എടുക്കാറുണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ രസാഭാവം, അഭിനയം, ധർമ്മി, വൃത്തി, പ്രവൃത്തി, ഗാനം, ആതോദ്യം, സിദ്ധി, സ്വരം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ഏരിയയിലേക്ക് മോഹിനിയാട്ടം എന്ന ചെറിയ ദേശി നൃത്തരൂപം ഓരോ ഏരിയയെയും അപ്രോച്ച് ചെയ്തുകൊണ്ട് നമ്മൾ നാട്യശാസ്ത്ര പഠനം നടത്തണം. മനസ്സിലായോ? അങ്ങനെ പഠനം നടത്തി ഓരോ ഏരിയയിലേക്ക് നമ്മളിങ്ങനെ കീറി മുറിച്ച് ഓപ്പറേഷൻ ചെയ്യണത് പോലെ നമ്മൾ അതിനെ ക്ലാരിറ്റി കൊടുത്ത് അങ്ങനെ ചെയ്ത് അതിനെ നമ്മൾ ക്രോഡീകരിച്ചു കൊണ്ട് പോകുമ്പോൾ ഉണ്ടല്ലോ മോഹിനിയാട്ടത്തിന്റെ സ്ഥിതി ഈ എല്ലാ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസിനെക്കാട്ടിലും ഏറ്റവും ടോപ്പിലായിരിക്കും. അങ്ങനെ ആക്കാൻ പറ്റും. അത് കേരള കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങൾ വിചാരിച്ചാൽ വേഗം നടക്കും. പക്ഷെ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം സങ്കുചിതമായ ചില ചിന്താഗതികൾ പലയിടങ്ങളിലും വന്നു ചേരുന്നുണ്ട്. അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒന്നും ഉത്തരം പറയാൻ പറ്റില്ല. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മളെ വെറുതെ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ്. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇങ്ങനെ ഒരു വളർച്ച ഈ കലാരൂപത്തിന് എന്നുള്ളത് കുറച്ചും കൂടി ഗൗരവത്തോടു കൂടി കേരളത്തിലെ കലാകാരികൾ എല്ലാവരും മനസ്സിലാക്കുകയും നമ്മുടെ കലാരൂപം ഒരാളുടെ സ്വന്തമല്ല, ഇത് നമ്മുടെ ഒരു നാടിന്റെ സ്വത്താണ്. ആ സ്വത്തിലേക്ക് കൂടുതൽ എന്താ പറയാ സമ്പത്തുകൾ കൂട്ടിച്ചേർത്ത് അവിടുന്ന് കിട്ടുന്നത് ഇവിടുന്ന് കിട്ടുന്നതൊക്കെ കൂട്ടിച്ചേർത്ത് ആ സമ്പത്തിനെ വർദ്ധിപ്പിക്കണം. എന്നിട്ട് നമ്മുടേതാണ് ഈ കലാരൂപം, എന്റേത് മാത്രം, എന്നിലൂടെ മാത്രം വളർന്നത്, എനിക്ക് മാത്രം എന്നുള്ള ആ ഒരു സങ്കുചിതമായ ചിന്താഗതി മാറ്റിവെച്ചുകൊണ്ട് തന്നെ വന്നാൽ മാത്രമാണ് ഈ നമ്മൾ വിചാരിക്കുന്ന ലെവലിലേക്ക് കലാരൂപത്തിനെ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഞാൻ ചെയ്യണത് ശരി ഇങ്ങനെ പറഞ്ഞ് മുടി കിട്ടിയത് അങ്ങനെയല്ല, ഇത് കിട്ടില്ല, എല്ലാവരും കൂടിയുള്ള അങ്ങോട്ടുള്ള ഒരു സ്പർദ്ധകളും നമ്മളെ വേദനിപ്പിക്കുന്ന പോലെയുള്ള ചർച്ചകളും അതൊക്കെ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്.
പക്ഷെ ഞാൻ നിസ്സഹായല്ലേ. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും, എൻ്റെ അച്ഛൻ്റെ വാക്കുകൾ തന്നെയാണ്, നീ നിന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി കലയെ ഉപയോഗിക്കും എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഈ നമ്മൾ തിയറിറ്റിക്കൽ സ്റ്റഡി നടത്തുന്ന സമയത്ത് നമുക്കെപ്പോഴും തമിഴ്നാടിന്റെ തിയറിയെ നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം കേരളം തമിഴകത്തിന്റെ ഭാഗമായിരുന്നു. കേരളം. ആന്ധ്ര, കർണാടകം, കേരളം, തമിഴ്നാട്, ഈ 4 കേന്ദ്രങ്ങളും ചേർന്ന ദക്ഷിണപഥമായിരുന്നു കേരളം, അല്ല തമിഴ്നാട് എങ്കിൽ, തമിഴകം എങ്കിൽ. ഈ തമിഴകത്തിന്റെ ഒരു ഭാഗം പിന്നീട് 4 സ്റ്റേറ്റുകളും മാറുകയും ചെയ്തപ്പോൾ എല്ലാവരുടെയും ആദ്യം ആയിട്ടുള്ള അവരുടെ പ്രാഥമികമായ ഒരു സംഭാഷണ ഭാഷ തമിഴ് തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തമിഴ് ഗ്രന്ഥങ്ങളെ പറ്റിയുള്ള പഠനങ്ങളും നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ നടത്തി കഴിയുമ്പോഴാണ് നമുക്ക് ഈ പഴയ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നാട്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും നമ്മുടെ പഴയ തൊൽക്കാപ്യം തുടങ്ങിയ പഴയ തമിഴ് സാഹിത്യത്തിന്റെ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലെ മെയ്പ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ പറഞ്ഞു മെയ് സാധകം ചെയ്ത് ശരീരം ശരിയാക്കണം എന്ന്. മെയ്പ്പാട്, മെയ് കൊണ്ടുള്ള അടയാളം, ഇതാണ് മെയ് കൊണ്ടുള്ള അടയാളങ്ങളാണ്. അപ്പൊ അതിനകത്ത് അഭിനയങ്ങളെ പറ്റിയിട്ടും രസങ്ങളെ പറ്റിയിട്ടും ഒക്കെയുള്ള നല്ലൊരു പഠനം തന്നെ അവിടെ ഈ മെയ്പ്പാട് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് മെയ്പ്പാടെന്ന ചാപ്റ്ററിൽ ഉണ്ട്. തമിഴാണത്. അതിനകത്ത് മുഴുവൻ നാട്യശാസ്ത്രത്തിന് സ്വാധീനം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ചിലപ്പതികാരം, ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിലും നമ്മള് അരങ്ങേറ്റക്കഥ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. അതിലെ മാധവി എന്നുള്ള നർത്തകി, ആ നർത്തകിയുടെ ജേണി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതില് നർത്തകി നാട്യശാസ്ത്രത്തിലെ സ്വാധീനം ആ നർത്തകിയിലെ പാഠങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. എളിർക്കൈ, തൊളിർക്കൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നൃത്തഹസ്തവും അഭിനയഹസ്തത്തിനെ പറ്റിയിട്ടും അതില് പഠനങ്ങളുണ്ട്. പിണ്ടി, പിണയൽ തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പ് കൊറിയോഗ്രാഫി എങ്ങനെയാണ്, സിംഗിൾ കൊറിയോഗ്രാഫി, ഏകാര്യം എങ്ങനെയാണ്, ഇങ്ങനെയെല്ലാം. അപ്പൊ ഇതെല്ലാം നമ്മൾ ക്ലോസ് ആയിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മോഹിനിയാട്ടത്തില് നാട്യശാസ്ത്രത്തിന്റെ പഠനം ശരിയല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ബാലരാമ ഭരതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥം, ശാസ്ത്രഗ്രന്ഥം, നാട്യശാസ്ത്ര ഗ്രന്ഥമാണ്. കേരളത്തിന്റെ കാർത്തിക തിരുനാൾ മഹാരാജാവ്, ട്രാവൻകൂർ രാജാവായിരുന്നു. 1700-കളിൽ 1758 to 1798 വരെ ഉള്ള കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് മോഹിനി നടനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൃത്തരൂപം തന്നെ അദ്ദേഹത്തിന്റെ കോർട്ടില്, ട്രാവൻകൂർ കോർട്ടിൽ വെച്ചിട്ട് രൂപപ്പെടുത്താൻ വേണ്ടി കറുത്തെടുത്ത ചെവമാതിരി എന്നുള്ള ഒരു പഴയ അദ്ദേഹത്തിന്റെ സദസ്സിന്റെ സഹായത്തോടുകൂടി അദ്ദേഹം ചെയ്തത്. അപ്പോ അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തില് ഈ സൂചി ഹസ്തത്തിനെ പറ്റിയിട്ടുള്ള മോഹിനി നടന സ്ഥാനം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അത് മോഹിനിയട്ടത്തിൽ എത്തത്തില്ല, ചൊൽക്കെട്ടിലൊക്കെ ഈ ഒരു നിലയും ആ ദൃഷ്ടിയൊക്കെ നല്ലപോലെ ഉണ്ട്. അപ്പോ അങ്ങനെ പിന്നെ അതുപോലെ പലയിടങ്ങളിലും നമുക്ക് നാട്യശാസ്ത്രവും ബാലരാമഭരതം കൂടിയുള്ള ഒരു കമ്പാരറ്റീവ് സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ക്ലാരിറ്റി നമുക്ക് കിട്ടും അതിൽ നിന്നൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ കലാരൂപം പഠിക്കാൻ കഴിഞ്ഞു. ആ കലാരൂപത്തിന്റെ പോരായ്മകളെ പറ്റി ഒരുപാട് വേദനിച്ചു. തിരിച്ച് ഒരുപാട് ഉണ്ടാക്കണമെന്ന് സ്വയം പ്രാക്ടീസ് ചെയ്തോ, ഒരു സ്കോളർഷിപ്പുകളോ ഒന്നും ഇല്ലാതെ ഓരോ ദിക്കിലും ഓടി നടന്ന് പഠിച്ചു മനസ്സിലാക്കി. ഇപ്പോ ഞാൻ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നോരോന്ന്.
ടീച്ചർ ഒന്നും രണ്ട് പുസ്തകങ്ങൾ, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒന്ന് കൊങ്കിണിയിലാണ് ടീച്ചർ എഴുതിയിട്ടുള്ള നാട്യവേദ നാട്യവേദ പഞ്ചവേദം. പഞ്ചമവേദം. അത് പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല മോളെ. ഞാനൊരു ഇതിന് വേണ്ടിയിട്ട് ചെയ്തതാ. ഞങ്ങളുടെ ഒരു എന്താ പറയാ, ഞങ്ങളുടെ ഒരു സമിതി ഉണ്ടല്ലോ നമ്മുടെ, അതിനു വേണ്ടിയിട്ട് ഞാൻ ദേവനാഗരി ലിപിയിൽ ഞാൻ എഴുതിയതാണ് ആ പുസ്തകം. വേറൊരു പുസ്തകം ടീച്ചർ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിന്റെ ഒരു ഭരതകലാലക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ള ഭരതകലയെ കോട്ട്പാട്, അതിന്റെ കോട്ട്പാട്, ഭരതകലയെ പറ്റിയിട്ടുള്ള കോട്ട്പാടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് കോട്ട്പാട്. അതിന് ഭരതകലാലക്ഷണം എന്ന് പറഞ്ഞിട്ടാണ് അത് ലക്ഷണം. അങ്ങനെയാണ് ഞാനത് എഴുതിയത്. അതെനിക്ക് പത്മസുബ്രഹ്മണ്യത്തിന്റെ വായന ഒരു വാക്ക് വേണം, പിന്നെ എനിക്കത് നിറവേറ്റി എനിക്ക് പറ്റും. എനിക്ക് ഗുരുവിനോടുള്ള ഒരു ബഹുമാനമാണ്. അത് കലാമണ്ഡല സത്യഭാമ ടീച്ചർ ആണെങ്കിലും ശരി, കല്യാൺകുട്ടിയമ്മ ടീച്ചർ ആണെങ്കിലും ശരി, ഏത് ഗുരുനാഥന്മാരെല്ലാം അവർക്ക് എന്നെ കൊണ്ട് എന്ത് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ ഉടനെ ചെയ്യും. ടീച്ചർക്ക് മോഹിനിയാട്ടത്തിൽ ഇത്രയും വർഷങ്ങൾ ടീച്ചർ സഞ്ചരിച്ച് വന്ന വഴികളിലൂടെയൊക്കെ വന്നപ്പം ടീച്ചർ കണ്ടെത്തിയിട്ടുണ്ടാവും മോഹിനിയാട്ടത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അതിൽ പല സാധ്യതകളും ഇപ്പോഴും നമ്മൾ ചെയ്യാതെ നിൽക്കുന്നു എന്ന് ടീച്ചർക്ക് തോന്നിയിട്ടില്ലേ? ഉണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ടീച്ചർക്ക് തോന്നുന്നില്ലേ നമ്മൾക്ക് മോഹിനിയാട്ടത്തിന് വേണ്ടി ഇനിയും കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചസ് നമുക്ക് എടുക്കാം? നമ്മളോട് അതന്നെയല്ലേ പറഞ്ഞേ, നമ്മൾ ആ ഒരു നാട്യസംഗ്രഹത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഓരോ ഏരിയയും പഠിക്കണം. നമ്മൾ അഭിനയം, ഓരോ ഐറ്റംസും അഭിനയങ്ങൾ ഏതൊക്കെ തരത്തിൽ വരുന്നു, എങ്ങനെ സഞ്ചാരി വരുന്നു, എങ്ങനെയാണ് അതിന്റെ സ്ഥായിഭാവം വരുമ്പോ ആ അഭിനയത്തിന്റെ ഒരു അളവ് എത്ര കൺട്രോൾ ചെയ്ത് പഠിക്കണം, എത്ര അതിനെ സഞ്ചാരി ഭാവത്തിലേക്ക് മാറുമ്പോൾ അതിനെ എത്രത്തോളം പോവാം. നമ്മൾ ചിരിക്കുന്നതിന് ഒരു രസമുണ്ട്. നമ്മൾ സ്നേഹത്തോടെ ചിരിക്കുന്നതിന് നമ്മളൊന്നും പറയാതെ പറയാൻ കഴിയണം മോഹിനിയാട്ടം. നമ്മൾ ചെയ്യാതെ ചെയ്യണം മോഹിനിയാട്ടം. അല്ലാതെ നമ്മൾ ഇങ്ങനെ മോഹിനിയാട്ടം എനിക്ക് മോഹിനിയാട്ടം അറിയാന്ന് പറഞ്ഞ് കേട്ടെന്ന് ഒലഞ്ഞ് അങ്ങനെ ഓവറായിട്ട് ചെയ്യാതെ നമ്മൾ പോലും അറിയാതെ നമ്മൾ നൃത്തം ചെയ്ത് പോവുകയാണ്. നമ്മൾ ഓഡിയൻസ്, നമ്മൾ ഒരുപക്ഷെ നൃത്തം നല്ലതല്ല, നമുക്ക് ഓഡിയൻസ് ഒരു പ്രത്യേകതയുണ്ട്. ചില ആളുകളുടെ പേര് കേൾക്കുമ്പോൾ ആ ഡാൻസറോട് മാത്രം ഇഷ്ടമുണ്ട്, അതുകൊണ്ട് മറ്റുള്ള ആര് ചെയ്താലും അവർക്ക് ഇഷ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവര് പോലും നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അവര് മറന്നുപോകും. അവര് കുറ്റം പറയാനാ വന്നേന്ന് അവരങ്ങ് അറിയാതെ മറന്നങ്ങ് എൻജോയ് ചെയ്ത് പോകും. ആ രീതിയിലേക്ക് നമ്മൾ ആക്കി എടുക്കണം. അതിന് ഭയങ്കര ഡെഡിക്കേഷൻ വേണം. ഡെഡിക്കേഷനുള്ള ആർട്ടിസ്റ്റുകൾ നമുക്ക് കുറവാണ്. എല്ലാവർക്കും മോഹിനിയാട്ടം പഠിക്കണമെന്നും സ്റ്റേജിൽ അവതരിപ്പിക്കണമെന്നും പേര് സമ്പാദിക്കണമെന്നും അതിലൂടെ 4 പേര് അറിയപ്പെടണമെന്നും ഉള്ളതല്ലാതെ ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കുറെ ക്ഷമയോടുകൂടി ക്വൈറ്റായിട്ടിരുന്നത് മനസ്സിലാക്കി സ്വയം ആത്മസംതൃപ്തിക്ക് വേണ്ടി നൃത്തം ചെയ്യുന്ന എത്ര നർത്തകിമാരുണ്ട്. നമുക്ക് ഒന്ന് ആലോചിച്ചു. നമുക്ക് അതൊക്കെ നമ്മുടെ എന്റെ ഒന്നും കൺട്രോളിൽ ഇല്ല. ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കൺട്രോളില്ല. ഒരാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ എന്തുകൊണ്ടാണ് അയാൾ അത് ചെയ്യുന്നത് എന്ന് അറിയണം. എന്റെ അടുത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ അത് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമുണ്ട്. അങ്ങനെ ഉത്തരം പറയാൻ പഠിക്കണം. അങ്ങനെയാണ് നമ്മൾ നൃത്തം ചെയ്യേണ്ടത്. അതിന് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈഗോയെനെയൊക്കെ എടുത്ത് വലിച്ച് ദൂരെ കളയണം. എന്നിട്ട് നമ്മൾ ഒരു കലയുടെ മുമ്പിൽ നമ്മൾ 2 കൈയും കൂപ്പി ഹമ്പിളായിട്ട് നിന്നിട്ട് ആ ഗുരുവിന്റെ മുമ്പിൽ നിന്ന് അത്രയും എളിമയോടുകൂടി അത് പഠിച്ചെടുത്ത് കൊണ്ടുവന്ന ഒരു ദൈവീക കലയാണെന്ന് മനസ്സിലാക്കി അതങ്ങനെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മോളെ എൻ്റെ മനസ്സിൽ മോഹിനിയാട്ടം ലോകത്തിലെ എല്ലാ കലാരൂപങ്ങളെക്കാട്ടിലും ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പോരായ്മകളില്ലാത്ത ഒരു കലാരൂപമാക്കി മാറ്റാൻ പറ്റും എന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നും എനിക്കറിയാം, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല എന്നും എനിക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ഈശ്വരനാണ് ഞാൻ ദൈവത്തിനോട് പറയാം, എൻ്റെ സേവനം ഈ കലയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ
നീ തന്നെ അവസരം ഉണ്ടാക്കി തരും. എനിക്കൊന്നും അറിയില്ല, ഞാൻ ആരുടെടുത്തും എനിക്കൊരു അവസരത്തിന് വേണ്ടി പോകില്ല, എൻ്റെ അടുത്തൊന്ന് പഠിക്കുമെന്ന് ഞാൻ ആരോടും പറയില്ല. പക്ഷെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഈ കലാരൂപത്തിനെ ഞാൻ ആഗ്രഹിക്കുന്ന അവിടെ എത്തുമ്പോ തീർച്ചയായിട്ടും ഞാൻ ഒരു കാഴ്ചപ്പാട്, എൻ്റെ കാഴ്ചപ്പാട് അതിൽ വയ്ക്കുമ്പോൾ അതില് ഏറ്റവും കൂടുതൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഗുരുക്കന്മാർക്കാണ്, എനിക്ക് കല പഠിപ്പിച്ചെന്ന ഗുരുക്കന്മാർക്കാണ്. അല്ലാതെ അവരെ പഠിപ്പിച്ചവരെക്കാട്ടിലും വലുതാകാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരോട് നന്ദിയില്ലായ്മ കാണിക്കാൻ വേണ്ടിയോ അല്ല. പക്ഷെ അങ്ങനെ ആണ് ഇത്, ഗുരുക്കന്മാരോട് നന്ദി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു ഭാഗത്ത് നിന്ന് ഉള്ള വർത്തമാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും സത്യം അതല്ലല്ലോ. നമ്മൾ ഓരോ വഴിയിലൂടെ പഠിക്കുമ്പോൾ നമ്മൾ കമ്പോസ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ചെയ്ത് അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി പോകുമ്പോൾ അതിനെ നമ്മൾക്ക് പ്രാപ്തരാക്കാൻ എനിക്ക് ശക്തി തന്നത് ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എങ്ങനെ, എന്നിൽ ചൊരിഞ്ഞ അനുഗ്രഹം എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും? അത് എനിക്ക് കിട്ടിയതല്ലേ. ഞാൻ പറയാം, എനിക്ക് തന്ന അനുഗ്രഹം ആർക്കും എടുക്കാൻ പറ്റില്ല, അതെന്റെ മനസ്സിലുണ്ട്. ആ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. ആ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് എനിക്ക് എന്ത് തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രതിസന്ധികളെ ഒരു കൂസലുമില്ലാതെ എനിക്ക് തള്ളി കളഞ്ഞുകൊണ്ട് ആദരവോടുകൂടി ഈ കലയെ സേവിക്കാൻ എനിക്ക് പറ്റുന്നത്. അതിൽ ഞാൻ ഭയങ്കര കൃതാർത്ഥയാണ്. ഈശ്വരനോട് നന്ദിയുണ്ട്, ഗുരുജനങ്ങളോടും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. വണ്ടർഫുൾ. ടീച്ചറുടെ ഒരു ജേർണി എന്നൊക്കെ പറയുമ്പം ശരിക്കും ഒരു തപസ്യാണ്. ഇത്രയും വർഷം ടീച്ചർ മോഹിനിയാട്ടത്തിന് വേണ്ടി സിംഗിൾ മൈൻഡഡ് ആയിട്ട് അങ്ങനെയുള്ള ജേർണിയിൽ പോകുമ്പോ എന്തെല്ലാം തരത്തിലുള്ള കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടാവും എന്ന് എന്റെ വാക്കുകളിലൂടെ മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? ശരിയാണ്. ഈ ഒട്ടും ഈസി അല്ല. നല്ല ഒരു ശരിക്കും ഒരു സ്ട്രഗിൾ ആയിരുന്നു. ആ സ്ട്രഗിളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ടീച്ചർക്ക് കാണാനുള്ള അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ ആ ഒരു വെളിച്ചം കാണാൻ വേണ്ടി ടീച്ചർ ഇങ്ങനെ സഞ്ചരിച്ചു പോയിട്ടുണ്ട്. അപ്പം ടീച്ചർക്ക് കുറെ നല്ല കാര്യങ്ങൾ അതിൽ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് നല്ല ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട്. ടീച്ചറുടെ ശിഷ്യന്മാരിൽ ഇന്ന് ഇന്ത്യത്തെ ലീഡിങ് എക്സ്പോണൻസ് ആണ്. അപ്പം ആ ഒരു കാര്യത്തിൽ യു ആർ ബ്ലെസ്ഡ്. ടീച്ചർ അത് ശരിക്കും അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. നമ്മള് സ്റ്റുഡൻസിനെ നമ്മുടെ കാലിന്റെ അടിയിൽ ചവിട്ടി നിർത്തരുത്. നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പറന്നു ഉയരാൻ വേണ്ടി നമ്മൾ വഴി കാണിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവർക്കും എനിക്ക് ഉണ്ടായ പോലെ അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്, അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, അവരുടേതായ കലയോടുള്ള അവർക്കൊരു സമീപനിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ആ ഐഡിയയെ നമ്മൾ ഒരിക്കലും, അത് അവരുടെ മിടുക്കാണ്, ആ മിടുക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക, അവർ ചെയ്യുന്ന പ്രവൃത്തി ദൂരെ നിന്ന് കണ്ട് ആനന്ദിക്കുക. അടുത്ത് വല്ലപ്പോഴും കാണുമ്പോൾ അവർ ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ആരും അറിയാതെ സ്നേഹത്തോടെ മോളെ നീ അത് ചെയ്തപ്പോ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടോ, അടുത്ത സ്റ്റേജിൽ നീ ചെയ്യുമ്പോൾ അത് തിരുത്തണം എന്ന് പറയാം. അത് പറയാൻ ഞാൻ സ്വാതന്ത്ര്യം എടുക്കാറുണ്ട്. ഒരിക്കലും 4 പേരുടെ മുമ്പിൽ വെച്ച് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയോ അവരെ വേദനിപ്പിക്കുന്ന പോലെയോ ഞാൻ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഇനി ഒരിക്കലും ഞാനത് ചെയ്യില്ല. കാരണം എനിക്കത് അറിയാം, അത് ശരിയല്ല. ആ ഫ്രീഡം അവർക്ക് കൊടുത്തത് കൊണ്ടാണ് അവര് പേരെടുത്ത് നല്ല കലാകാരികളായത്. മനസ്സിലായി? നമ്മൾ പിടിച്ചു കുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഇറിറ്റേഷൻ ആവും, നമ്മൾക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അവര് പറന്നു ഉയരട്ടെ. എന്റെ പേര് പറയണം എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല, ഞാനെപ്പോഴും പറയില്ല. അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ പറയട്ടെ, പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് പേരിന് വേണ്ടിയിട്ടൊന്നുമല്ല അവരെ പഠിപ്പിച്ച് കൊടുത്തത്. എനിക്കറിയാവുന്നത് ആര് വന്നാലും ഞാൻ പഠിപ്പിക്കും. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. സോപാന സംഗീതവുമായിട്ട് മോഹിനിയാട്ടത്തിനെ ചെയ്തത് കൊണ്ട് വളരെ ഭയങ്കര അപരാധിയായി കണ്ടുകൊണ്ട് കേരളത്തിലെ
നർത്തകിമാരാവാനുള്ള നർത്തകി അല്ലെങ്കിൽ ഗുരുസ്ഥാനത്ത് ഇരിക്കാനുള്ള യാതൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു കലാകാരി, ഇത്രയും അധപ്പതിച്ചിട്ടുള്ള ഒരു നർത്തകി എന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കേ ഇതെന്താ ഇങ്ങനെ എന്ന് ഞാൻ ആലോചിക്കും. കാരണം നമ്മുടേതായ കേരളീയ താള പദ്ധതികളെ നമ്മുടെ ചെമ്പട, ചെമ്പ, അടന്ത, അങ്ങനെ മുറിയടന്ത, മർമ്മതാളം, കുംഭതാളം, 20 മാത്രമാണ് കുംഭതാളത്തിന്. അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിന്റെ മണമുള്ള രാഗങ്ങളും, സ്വാമന്ത മലഹരി, പുറനീര്, അങ്ങനെ തുടങ്ങിയ രാഗങ്ങളും ഒക്കെ ചേർത്ത് നമുക്കൊരു നല്ല ഒരു ഐറ്റംസ് ഒക്കെ നമ്മൾ റെഡിയായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നാടിന്റെ, അപ്പൊ അതുകൊണ്ട് ആദ്യമൊന്നും ഇടയ്ക്കൊന്നും കലാമണ്ഡലത്തിലൊന്നും ഉപയോഗിച്ചിരുന്നില്ലല്ലോ, ഞാൻ പഠിക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നീടാണ്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക ഉപയോഗിച്ചത് കൊണ്ട് മോഹിനിയാട്ടം അല്ലാതായി എന്ന് പറയാൻ പറ്റുമോ? അതിൽ കേരളത്തിലെ ഒരു താള രീതിക്ക് ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്തത് മോഹിനിയാട്ടം അല്ല എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിന്റെ താളം നമ്മളിപ്പം പെട്ടെന്ന് മലമാ തല നല്ല മതവാ ആരണ മൂക്കവൻ അയ്യടിയാണിത്. 1 2 3 4 5. അപ്പൊ അതിങ്ങനെ ഓരോരുത്തർ പാടി വരികയും അത് ആ ഇടയ്ക്കയുടെ മേളത്തിലൂടെ ഇങ്ങോട്ട് നടന്നു വന്ന് അത് വേദിയിലേക്ക് അവതരിപ്പിച്ച് കഴിയുമ്പോ അത് ഞാൻ കലാമണ്ഡലത്തിലും കല്യാണിക്കുട്ടിയമ്മ ടീച്ചറുടെ അടുത്തൊന്ന് പഠിച്ചിട്ടുള്ള മോഹിനിയാട്ടം തന്നെയല്ലേ ഞാൻ ആ താളത്തിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന അവിടെ വരുമ്പം സോപാനത്തിന്റെ മോഹിനിയാട്ടത്തിന് എങ്ങനെയാകും? സോപാനത്തിന് മോഹിനിയാട്ടമൊന്നുമില്ല, സംഗീത പദ്ധതിയാണത്. സംഗീതവും താളവും മാത്രമേ ഉള്ളൂ. മോഹിനിയാട്ടം ചെയ്യുന്നത് നമ്മൾ മോഹിനിയാട്ടം ചെയ്യുമ്പോൾ നമ്മൾ കലാമണ്ഡലത്തിൽ പഠിച്ച അടവുകളും കലാമണ്ഡലത്തിലെ സ്റ്റെപ്പുകളും അവിടുത്തെ ഭാവാഭിനയത്തിന്റെ വിശേഷണങ്ങളും സ്പെഷ്യാലിറ്റികളും ഒക്കെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഈ സംഗീതത്തിന് നമ്മൾ നല്ലൊരു ഈ അംഗചലനങ്ങൾ ഉപയോഗിച്ചും ഈ താളത്തിനെ യോജിപ്പിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് നർത്തകിക്ക്. ടീച്ചർ അതിനെ ഒരു വാക്കിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്, അഭിനയ സംഗീതം അല്ലെ? അഭിനയ സംഗീതം, അഭിനയിക്കുന്നതുണ്ട്. അപ്പൊ നമ്മള് ഇതേ പാട്ടിന് ഇപ്പൊ നമ്മൾ വേണിച്ച പറയാം, കൃഷ്ണ നീ വേഗനെ കൃഷ്ണ. ഭരതനാട്യത്തിൽ നമ്മള് ചട എന്ന് പറഞ്ഞെടുക്കും. നമ്മൾ ഇത് തന്നെ ഇതേ രാഗം തന്നെ മോഹിനിയാട്ടത്തിൽ വരുമ്പോഴത്തേക്കും കൃഷ്ണ കരുണ മഹി കമല ചരണാഗതോസ്മി തവ ചരണ കമലം മേ കൃഷ്ണ കരുണ അപ്പൊ അതങ്ങനെ ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല കേട്ടോ മോളെ. ഡാൻസിന് വേണ്ടി ഞാൻ കുട്ടികൾക്ക് വേണ്ടി പാടിക്കൊടുക്കാറുണ്ട് പഠിപ്പിക്കുമ്പോ. പക്ഷെ ഇത് ഇങ്ങനെ എടുക്കുമ്പോഴും ആ ഒരു വ്യത്യാസം, ഒരേ രാഗം നമ്മൾ 2 തരത്തിൽ പാടുമ്പോൾ ഒരു വ്യത്യാസം നോക്കും. ആ വ്യത്യാസം ആണ് മറ്റേ സോപാന താളങ്ങളിലൂടെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന മോഹിനിയാട്ടത്തില് എന്തൊക്കെയാ ചെയ്യണേ അതേ മുദ്രകളും അതേ അടവുകളും തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെ മോശമാക്കി, അത് ഞാനൊരു മോശം കാഴ്ചപ്പാട് ചെയ്തു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു
അതും എനിക്ക് ഏറ്റവും സന്തോഷം. കാലം ധാരാളപ്പണിക്ക് സാറ് പറയുന്ന എന്നോട് എപ്പോഴും പറയും, സുഗന്ധി, ഞാൻ മോഹിനിയാട്ടം പഠിച്ചിട്ടില്ല മോളെ. ഞാൻ മോഹിനിയാട്ടം പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾ മോഹിനിയാട്ടം പഠിച്ചിട്ടുള്ളവര് ഈ സംഗീതത്തിന് ദൃശ്യാവിഷ്കാരം ചെയ്യണം. ദൃശ്യാവിഷ്കാരം ഈ സംഗീതത്തെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ലൊരു സംഭവമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കുറേ ഐറ്റംസ് അദ്ദേഹത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട്, കുറേ അധികം ഐറ്റംസ്. അപ്പൊ ഓരോ ഐറ്റംസ് ചെയ്യുമ്പോഴുള്ള എനിക്ക് ആ ഒരു മോഹിനിയാട്ടം സേവ എന്നാണ് അതിനെ പറയാ. സാറ് പറയുന്നത് മോഹിനിയാട്ടം സേവ എന്നാ പറയാ. മറ്റേത് മോഹിനിയാട്ട കച്ചേരി എന്നാ പറയാ. മോഹിനിയാട്ട കച്ചേരിക്ക് ചുരുക്കെട്ട്, ജതിസ്വരം, വർണ്ണം, പദം, തില്ലാന, ശ്ലോകം, അങ്ങനെ രീതി, അഷ്ടപതി അങ്ങനെയൊക്കെ വരും. നമ്മുടെ ഇതില് വരുമ്പോ ഗണപതി വരും, സോപാന, മോഹിനിയാട്ട സേവ, ഗണപതി മുഖചാലം വരും. മുഖചാലം പിന്നെ തത്വം വരും, ഗംഗാതത്വം, കച്ചട്ടതപ തത്വം, ശിവതത്വം. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 മാത്രം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. അതിലങ്ങോട്ട് പഞ്ചവർണ്ണപ്പൊടികളെ കൊണ്ട് എഴുതിയ കളമെഴുതി വെച്ചിട്ടുള്ള ഭദ്രകാളി രൂപത്തിനെ കണ്ടുകൊണ്ട് ആ പഞ്ചവർണ്ണങ്ങളിലൂടെ പ്രപഞ്ചത്തിൽ നിന്ന് എടുത്ത പഞ്ചവർണ്ണങ്ങളെയും കാണുന്ന ആ ശോഭയെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ്. ഞാൻ ചെയ്തിട്ടുണ്ട് അത് സാറിന്റെ ഒരു വർക്ക്ഷോപ്പില്. സാറ് തന്നെ പറഞ്ഞു, ഇതാണ് കമ്പോസ് ചെയ്ത്. ഭയങ്കര താല്പര്യമായിരുന്നു എനിക്ക് എന്താണെന്നറിയാമോ, ഞാനൊരു ഡാൻസർ, ഇപ്പൊ ഞാൻ ഡാൻസ് ചെയ്യാറില്ല സ്റ്റേജിൽ, ഡാൻസർ ആയിരുന്നത് കൊണ്ട് എനിക്ക് സ്റ്റേജില് അതിലേക്ക് ഇങ്ങനെ പല പുതുമകള് പരീക്ഷിക്കാൻ എനിക്കിഷ്ടമാണ്. പുതുമകള് പരീക്ഷിക്കുക. ഒരുപക്ഷെ അത് ഫ്ലോപ്പ് ആകാം, പക്ഷെ നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞാലല്ലേ ഫ്ലോപ്പ് ആണോ വിജയിക്കോ എന്ന് അറിയാൻ പറ്റുള്ളൂ. വെറുതെ വീട്ടിലിരുന്നോടെ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ. അതും എൻ്റെ മനസ്സിന്റെ സന്തോഷം. ഈ പറഞ്ഞ പോലെ നല്ല ഈ മുഖചാലമൊക്കെ കണ്ടല്ലോ, ഓരോ താളത്തിൽ നിന്ന് അങ്ങോട്ട് മാറും. കഴിയുമ്പോൾ ഉള്ള ഒരു മനോഹാരിത അത് അനുഭവിച്ചേ അറിയുള്ളൂ, അല്ലാണ്ട് പറ്റില്ല. നമ്മൾ അനുഭവിക്കണം. ഓരോ താളങ്ങളിൽ നിന്ന് അടുത്ത താളത്തിലേക്ക്, ഈ താളം അറിയാതെ ആ താളത്തിലേക്ക് പോകും. ഈ താളത്തിനും അറിയില്ല, ആ താളത്തിനും അറിയില്ല. ഇതിന്നാവുന്ന നമ്മൾ അറിയാതെ അങ്ങ് ഓഡിയൻസിനും അറിയാൻ പറ്റില്ല. അവരിങ്ങനെ വായിച്ചിരിക്കും. എന്നിട്ട് അങ്ങനെയുള്ളൊരു ജേണിയാണ്, ആ ഒരു യാത്ര. ഗണപതിയെ കളിച്ചതിന് ശേഷം ആ ഒരു അനുഗ്രഹത്തോട് കൂടിയിട്ട് ആ ശുദ്ധ നൃത്തത്തിന്റെ സൗന്ദര്യം മുഴുവനും, മോഹിനിയാട്ടത്തിന്റെ മുഴുവനും പല താളഭേദങ്ങളിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മുഖചാലം. അത് ഒരു പ്രദക്ഷിണ ചെയ്യുന്ന ഭാവമാണ്. അമ്പലത്തിലെ നർത്തകി പല താളങ്ങളിലൂടെ പ്രദക്ഷിണം ചെയ്ത് വന്ന് കഴിഞ്ഞുമ്പോഴത്തേക്കും ഫിസിക്കലി അല്ല മെന്റലി നമ്മള് ഭക്തി ഉള്ള നർത്തകി, ഈ ഇതിലൂടെ നമ്മൾ ഫിസിക്കലി നമ്മൾ നൃത്തം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന്റെ ബ്ലോക്സുകളും വിട്ടുപോവാ. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ ബ്ലോക്കുകൾ നമ്മളെ വിട്ടുമാറി നമ്മളെ താളത്തിലൂടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നർത്തകി നമ്മൾ ദൈവത്തിന്റെ സോപാന താഴത്ത് തട്ടിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ആ നർത്തകി വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആണ് ഒരു തത്വം പറയുന്നത്. ആ തത്വം പറയുന്ന സമയത്ത് അതുപോലെ ശിവതത്വം ഉണ്ട്, ഗംഗാതത്വം ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാന് നാരായണ ഗുരു നാരായണ ദേവന്റെ ഒരു കുണ്ടലിനി പാട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അതുണ്ട്, നാഗതത്വം. അത് സാറ് തന്നെയാണ് ആ പാട്ട് എനിക്ക് അറിയുന്നത്. അതും ഞാൻ കമ്പോസ് ചെയ്ത് എൻ്റെ സ്റ്റുഡൻസ് നന്നായി ചെയ്യും. അത് നാഗതത്വം ചെയ്യും. പിന്നെ ഏതാണ് നിറം, ഗാന്ധാരി അദ്ദേഹത്തിന്റെയാണ്. ഗാന്ധാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം വളരെ നല്ലൊരു അപരിഗ്രഹ ഭാവത്തിന്റെ അഭാവത്തിൽ, ഞാൻ മറന്നുപോയ വേർഡ്സ്, ഉന്നതിയിലെത്തിയവൾ എന്ന് വെച്ചാല് ഭർത്താവിന്റെയോ കുട്ടികളുടെയോ ആ
ബന്ധനത്തിൽ നിന്ന് മാറി നിസ്സംഗയായിട്ടുള്ള ആ ഒരു ഗാന്ധാരി അവസാനം പറയാണ്, എവിടെയാണോ ധർമ്മം അവിടെയാണ് ജയം, എവിടെയാണോ സത്യം അവിടെയാണ് ജയം എന്ന് ധർമ്മപുത്രരോട് പറയുന്ന ഗാന്ധാരി തന്റെ പുത്രന്മാര് തോൽക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ആ ബന്ധങ്ങളെയെല്ലാം മറന്നുകൊണ്ട് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പറ്റി സംസാരിക്കാൻ പ്രാപ്തയായ ഒരു നായികയെ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഈ നർത്തകി നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള കലാകാരിയുടെ ഉള്ളിലത്തെ ആ ഒരു അധർമ്മബോധവും അവരെ വിട്ടുപോകും. അത് അങ്ങനെ ഒരു ഭാവത്തിൽ നമ്മൾ ചെയ്യണം, അപ്പോഴാണ് അത് വരിക. അല്ലാതെ പറയുമ്പോ മാത്രം പോരാ, ആ ഒരു ഭാവം കൊടുത്ത് ചെയ്യുമ്പോ. അപ്പോ അങ്ങനെ നമ്മുടെ അപ്പൊ നർത്തകി ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലേക്ക് കയറും. പിന്നെയാണ് അഷ്ടപതിയോ പദങ്ങളോ ഒക്കെ ചെയ്യാം. അതിനുശേഷം അപ്പൊ ആ ഒരു എക്സ്പ്രഷൻ, ഭാവാഭിനയത്തിന് പ്രാധാന്യമുള്ള ഇനമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നർത്തകി ഫുള്ളായിട്ട് ഈ ആ നൃത്തത്തിന്റെ ഇതിൽ ആ മൂഡിലൂടെ തന്നെ ജീവ എന്ന് പറഞ്ഞ ഇനത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. ആ ജീവയുടെ ആ ഒരു നൃത്തം, ജീവ എന്ന് പറഞ്ഞുള്ള നൃത്തം നമുക്ക് ഗ്രാജുവൽ ആയിട്ടുള്ള താളം, നമ്മൾ ഭരതനാട്യത്തിൽ 1-ാം കാലം 2-ാം കാലം 3-ാം കാലം 4-ാം കാലം എന്ന് പറഞ്ഞിട്ടില്ലേ. 1-ാം കാലം കഴിഞ്ഞ ഉടനെ 2-ാം കാലം കളിക്കുന്നത് 4 അക്ഷരത്തിലാണ്. 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 8, അങ്ങനെയാണ് നമ്മൾ താളം പഠിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. 1-ൽ നിന്ന് 1 പോലും അറിയാതെ 2-ലേക്ക് കയറി, 2-ൽ നിന്ന് മെല്ലെ 3-ൽ കയറി, അത് അങ്ങനെ 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 ഗ്രാജുവലായിട്ട് കയറിപ്പോയി അവസാനം ആ ഒരു ഭക്തിയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് നർത്തകിയെ കൊണ്ടുപോയി കഴിയുമ്പോൾ എങ്ങനെയാണ് അത് ശരിയല്ല, അത് ഞാൻ ചെയ്യില്ല എന്ന് എനിക്ക് പറയാൻ കഴിയാ? എനിക്ക് പറയാൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും കഴിയില്ല. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന വാക്കുകളോട് പറയാൻ പറ്റാത്തൊരവസ്ഥ. ആ ഒരു ഞാനത് അപ്പൊ എനിക്ക് തോന്നി, എനിക്ക് മോഹിനിയാട്ടം കച്ചേരി സമ്പ്രദായവും നന്നായിട്ട് കൊറിയോഗ്രാഫ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എനിക്ക് ഈ എക്സ്പീരിയൻസിന്റെ കഴിവ് കയ്യിലുള്ളത് കൊണ്ട് സേവ എന്നുള്ള ആ ഒരു സ്റ്റൈലും സോപാന സംഗീതത്തിന്റെ രീതിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ അഭിനയ സംഗീത രീതിക്ക് ഇണങ്ങിക്കൊണ്ട് മനോഹരമായിട്ടുള്ള നൃത്യ ആവിഷ്കാരം മോഹിനിയാട്ടത്തെ കൊടുക്കാൻ കഴിയും എന്നുള്ളത് ആണ് എൻ്റെ ഒരു വിശ്വാസം. മനസ്സിലായോ ടീച്ചർ? അതൊരു വലിയ എന്താണ്, ടീച്ചർ ഈ മോഹിനിയാട്ട രംഗത്തേക്ക് വന്നിട്ട് ഒരു വലിയ സംഭാവനയാണ് ആ കലയോട് ചെയ്തിട്ടുള്ളത്. നിരവധി കാര്യങ്ങൾ ടീച്ചർ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നിരവധി പഠനങ്ങൾ ടീച്ചർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ടീച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വേദിക്ക് വേണ്ടി ടീച്ചർ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കുറച്ച് സമയം ഒതുക്കി വെച്ചതും ഇത്രയും കാര്യങ്ങൾ നമ്മളെ പറഞ്ഞറിയിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ടീച്ചർ. ഇതൊരു എന്താ പറയാ, ഒരു തുടക്കം മാത്രമാണ്. ഈ മോഹിനിയാട്ടത്തിലോട്ട് സഞ്ചരിക്കുന്ന പല പല വഴികളിലൂടെ ടീച്ചറെ എനിക്ക് വേദിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ടീച്ചറുടെ ഒരു കാഴ്ചപ്പാട്, ടീച്ചറുടെ ഒരു തോട്ട് പ്രോസസ്, ടീച്ചറുടെ ഒരു മോഹിനിയാട്ടത്തിന് വേണ്ടി കാണിക്കാൻ കൊടുക്കുന്ന പല കുട്ടികൾക്കും അതൊരു വെളിച്ചമായിട്ടാണ് നമ്മൾ കാണുന്നത്. എനിക്ക് അതുപോലെ തന്നെയാണ് മോളെ. നമ്മൾക്ക് കുറെ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങള് ചോദിച്ചുകൊണ്ടാണല്ലോ എനിക്കിത് പറയാൻ സാധിച്ചത്. അപ്പൊ എനിക്ക് എന്റെ മനസ്സിലുള്ള ചിന്തകളെ ഷെയർ ചെയ്യുന്നതിന് ഇതേപോലെയുള്ള ഒരു വേദി മോള് ഒരുക്കി തന്നു. ഈ വേദിയിലൂടെ അത് എനിക്ക് വളരെയധികം, എനിക്കും അങ്ങേയറ്റം സന്തോഷമുണ്ട്. എന്നെ വിളിക്കാൻ തോന്നിയ ആ നല്ല മനസ്സിന്, എന്റെ വാക്കുകൾ കേൾക്കാൻ കാണിച്ച ആ ഒരു സമയം സ്പെൻഡ് ചെയ്ത് എന്നെ ക്ഷണിക്കാൻ കാണിച്ച നല്ല മര്യാദയോടുകൂടി ക്ഷണിക്കുകയും സംസാരിക്കുകയും നല്ല രീതിയിൽ ഇന്റർവ്യൂ കേൾക്കാൻ കാണിച്ചിട്ടുള്ള താല്പര്യത്തിന്, ഇത് കേട്ടിരിക്കുന്ന കണ്ടിരിക്കുന്ന ഈ ഇന്റർവ്യൂ കാണാനിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും എൻ്റെ സന്തോഷവും ഈ ഒരു കലാകാരി എന്നുള്ളതിൽ ഞാൻ എല്ലാവരോടും പറയും, ഇന്നും ഞാനൊരു സ്റ്റുഡൻ്റാണ്. എനിക്ക് മതിയായിട്ടില്ല
ഈ കലാരൂപത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടും പ്രയത്നിച്ചിട്ടും കമ്പോസ് ചെയ്തിട്ടും അല്ലെങ്കിൽ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ടെത്തി നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഉള്ള ആഗ്രഹം എനിക്കുണ്ട്. കാരണം അത് ഇങ്ങനെ ഓരോ സന്ദർഭം കൊണ്ടാണ്. ഇനി എനിക്ക് ഒന്നും കൂടി പറയാനുണ്ട്. ഞാൻ ഇത് കാരണം എന്താന്ന് വെച്ചാല് ഇനി ഇങ്ങനെയുള്ള ടോക്ക് മാത്രമല്ലാതെ ഒരു നല്ല ഓരോ ഏരിയ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭാഷണത്തിന്റെ രീതി കുറെ സമയം കൊടുത്തുകൊണ്ട് ഓരോ ടീച്ചേഴ്സിനും കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോഴാണ് മറ്റുള്ളവരുടെ അറിവുകൾ നമുക്ക് കിട്ടണം. നമുക്ക് ജേണി നമുക്ക് തീർച്ചയായിട്ടും വേണം. ജേണിയുടെ കൂടെ തന്നെ ഇനിയുള്ള കണ്ടെത്തലുകൾ പകർന്നു കൊടുക്കാൻ. മനസ്സിലായോ? ഇനിയിപ്പോ നമ്മളും ഇത്രയും വർഷമായി, ഇനിയിപ്പോ എത്ര കാലമാണ് നമ്മുടെ ജീവിതം എന്നറിയില്ല. അപ്പൊ അത് ആ ചിന്തകളും നമ്മുടെ പഠനങ്ങളെയും എല്ലാവരും മനസ്സിലാക്കണ്ടേ. എന്തുകൊണ്ടാണ് സുഗന്ധി ടീച്ചർ എങ്ങനെ ചെയ്യണേ, എന്തുകൊണ്ടാണ് ക്ഷേമാവതി ടീച്ചർ എങ്ങനെ ചെയ്യണേ, എന്തുകൊണ്ടാണ് ഭാരതി ചേച്ചി അങ്ങനെ ചെയ്യണം? ഓരോരുത്തർക്കും അവരുടേതായ പറയാനുണ്ട്. എല്ലാവരും കലാരൂപത്തിന് വേണ്ടി പ്രയത്നിച്ചവരാണ്. എന്തുകൊണ്ടാണ് സുഗന്ധി ടീച്ചറുടെ അടുത്ത് പഠിക്കാൻ വന്നത്? പറയാനുണ്ടാവും പലർക്കും. അപ്പൊ ഇതെല്ലാം നിങ്ങൾ കേൾക്കണം. എന്നാലും മാത്രം എന്തുകൊണ്ടാണ് അഭിനയം ഇങ്ങനെ ചെയ്തത് ടീച്ചറെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റണം എവിടെയെങ്കിലും. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ വേണം കുറെ. അത് ഡെമോൺസ്ട്രേഷൻ ചെയ്യിപ്പിക്കണം. അപ്പോഴാണ് കുട്ടികൾക്ക് അറിവ് കിട്ടുക. അത് ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായും ടീച്ചർ, ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ടും. ടീച്ചറുടെ ഇന്റർവ്യൂവില് ടീച്ചർ കലാരംഗത്തുള്ള എല്ലാവർക്കും വേണ്ടി ഒരു വലിയ മെസ്സേജാണ് തന്നിട്ടുള്ളത്. കലയ്ക്ക് വേണ്ടി നമ്മളൊരു വേദിയോ അല്ലെങ്കിൽ ഒരു ഐറ്റമോ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകരോ അല്ലെങ്കിൽ അത് പഠിക്കാൻ, അതല്ല, നമ്മളുടെ മനസ്സിന്റെ സന്തോഷമാണ് കലയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടതാണ്. ടീച്ചർ ഒരു വലിയ മെസ്സേജാണ് ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ കൊടുത്തിട്ടുള്ളത്. കല പഠിക്കുന്ന പല കുട്ടികൾക്കും മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം. അനുഗ്രഹമാണ് മോളെ. എല്ലാം നമ്മള് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചാല് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനുള്ള അവസരം. ഇത് കല എന്ന് പറയുന്നത് സത്യമുള്ളതാണ്. കല ഒരിക്കലും നമ്മളെ എത്ര നമ്മൾ സഫർ ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ള റിട്ടേൺ നമുക്ക് ദൈവം തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മള് മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്ന ആളെ എന്നെ വിളിക്കണമെന്ന് മോൾക്ക് തോന്നണം. എന്തിനാ? ഞാൻ എപ്പോഴാണ് അത് ആലോചിക്കണേ. ഞാൻ എന്നെ വിളിക്കണമെന്നോ ഞാൻ ആരോടും പറയാറില്ല. എന്തെങ്കിലും ചെയ്യണമെന്നോ പറയാറില്ല. ഒന്നും ചെയ്യില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കും. ഇവിടെ വന്ന് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് സൂം ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് ഇപ്പൊ ഈയിടെയായിട്ട്. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ എന്തായാലും സന്തോഷം മോളെ. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. വേദിയിൽ നിന്ന് എല്ലാ ഹോൾ ടീമിന്റെ അടുത്ത് ഒരു വലിയ നമസ്കാരം, നന്ദി.